പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിസ്ലാ, എല്ലാവരും ദയവായിട്ടിരിക്കുക, ഉള്ളതുപോലെയൊക്കെ ഇരിക്കുക. മറ്റുള്ളവരെ സ്ഥലമൊക്കെ ഒന്ന് പറ്റുന്ന പോലെയൊക്കെ വന്ന് കർത്താവിന് വേണ്ടി സഹകരിച്ച് എല്ലാവരും ഇരുത്താൻ നോക്കുക. പ്രിസ്ലാ, ജീവനോടെ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യമായ നിമിഷം നമ്മൾ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ഈ ശുശ്രൂഷ നമ്മോടുകൂടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അനേക ആയിരങ്ങൾ അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിയുടെ ഹല്ലേലൂയ കർത്താവേ, ഇപ്പോൾ വിദൂരങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ കാതലായ ചില സാക്ഷ്യങ്ങൾ കേട്ടു. അതിലൊരു സാക്ഷ്യം, അവസാനത്തെ സാക്ഷ്യങ്ങൾ, മരണ സർട്ടിഫിക്കറ്റ് എഴുതിയ ഒരു വിഷം കഴിച്ച സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം വളരെ നല്ല സാക്ഷ്യമായിരുന്നു. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് അകത്തോട്ട് കയറി വരണത്. അപ്പം എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ വേറെ വന്നു. എന്താ കാര്യം എന്നറിയോ? ഞാനിങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്തെല്ലാം തരത്തിലുള്ള വലിയ പ്രയാസങ്ങളുമായിട്ടാണ് മക്കളെ കർത്താവിൻ്റെ അൾത്താരയിൽ വരുന്നത് അല്ലേ? കടങ്ങൾ ഉള്ളവർ, രോഗപീഠ ഉള്ളവർ, രോഗപീഠയാൽ ഞാൻ ഇന്ന് രാവിലെ ഒരു ക്യാൻസർ പേഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം നടക്കാനും പറ്റാതെ അയാളെ കസേരയിലാണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നത്. അനക്കമില്ല. അപ്പോൾ മറ്റുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇയാൾ പ്രാർത്ഥിച്ചാൽ ശരിയാകുമോ എന്ന് തോന്നും. പക്ഷെ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥമുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമാണ് ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ, ഏത് അവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമുക്ക് ധൈര്യമുണ്ട്. എന്താ കാര്യം? അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥാനത്ത്, പ്രത്യേകിച്ച് സമയഘടികാരം നെഞ്ചിലേറ്റിയല്ലേ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ സങ്കീർണമായ ഒരു അടയാളമായത് കാരണം എല്ലാ ജനതകളും പഠിക്കാൻ, വിശ്വസിക്കാൻ, ഔദ്യോഗിക സഭ അതിൻ്റെ ആന്തരികത പഠിക്കാൻ അമ്മ വലിയ അടയാളങ്ങൾ നൽകുമെന്ന് നമുക്കറിയാം. കാരണം ചെറിയ അടയാളം കൊണ്ടൊന്നും സഭ ഇത് പഠിക്കത്തില്ല. വലിയ അടയാളം കിട്ടിയാൽ മാത്രമേ മരിച്ചവൻ, ഞാൻ പണ്ട് പറയുമായിരുന്നു അമ്മ മിക്കവാറും മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന്. എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചവരെ 1, 2, 3, 4, 5, 6 ഉയർത്തെഴുന്നേക്കാതെ ഈ പ്രത്യക്ഷീകരണം പഠിക്കാൻ പാടാണ്. കാരണം ഇത് സഭയിലില്ലാത്ത ഒരു പ്രത്യക്ഷീകരണമല്ലേ, ക്ലോക്കൊക്കെ വെച്ച് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അത് വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയത് കാരണം വലിയ അടയാളങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ വലിയ അടയാളങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങളും അതനുസരിച്ച് പ്രാർത്ഥിച്ച് വളരണം. കാര്യം അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ്
കൃപാസനത്തിൽ തുടങ്ങിയ പ്രാർത്ഥന അഖണ്ഡ ജപമാലയാണ്. അഖണ്ഡ ജപമാല എന്ന് പറയുന്നത് എല്ലാ പള്ളികളിലുമൊക്കെ ഉണ്ട്. 53 മണി ജപമാല ആവർത്തിച്ച് ചൊല്ലണമല്ല കൃപാസനത്തിനത്. കൃപാസനത്തിൽ അഖണ്ഡ ജപമാല ഒറ്റ സ്ഥിതിന് 20 ജപമാലയാണ്. ഇരിക്കണ ഇരിപ്പിൽ 20 ജപമാല ചൊല്ലും. 10 സ്വർഗസ്ഥനായ പിതാവിന് 10 നന്മ നിറഞ്ഞ മറിയത്തിന് പകരം 50 നന്മ നിറഞ്ഞ മറിയം ചൊല്ലും. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കണ കാലത്ത് പറയും ഇത് എന്തൊരു ആവർത്തന വിരസത പ്രാർത്ഥനയാണ്, എപ്പോഴും നന്മ നിറഞ്ഞ് പറയുമേ നന്മ നിറഞ്ഞ് പറയുക സ്വസ്തി എന്ന്. അതൊക്കെ കേട്ടാണ് ഞങ്ങൾ പഠിച്ചു വന്നത്. അപ്പോൾ എപ്പോഴും നന്മ നിറഞ്ഞ് പറയും 10 നന്മ നിറഞ്ഞ് പറയും ചൊല്ലുമ്പോൾ അതിന് വിരസതയാണ്, മൊണോട്ടണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് പഠിച്ചുകൊണ്ട് വന്നത്. പഠിച്ചു വന്ന് അച്ഛനായി ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞ് ആ 10 ml ചേഞ്ച് വരുത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനോടത്തത് കുറക്കാനായിരിക്കും. അമ്മ പറഞ്ഞ് അത് കൂട്ടാനാണെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഈ കരണക്കൊന്തൊക്കെ പരാജയപ്പെട്ടു പോണത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മുടെ ഒരു പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും സമയങ്ങളെ കുറച്ച് ലളിതവൽക്കരിക്കണതാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഓർത്തല്ലേ അത് പ്രാർത്ഥിക്കണം. ആ ഒറ്റ വിഷയമല്ലേ ഓർക്കുന്നുള്ളൂ. ആ ഒറ്റ വിഷയങ്ങളെ അതിൽ ഓർക്കുന്നുള്ളൂ. സമ്പൂർണ്ണ കൊന്തയിലെ പീഡാസഹനങ്ങൾ മാത്രമല്ല ഓർക്കണത്, മംഗളവാർത്ത ഓർക്കും. മംഗളവാർത്ത മനുഷ്യാവതാരം തൊട്ട് കർത്താവിൻ്റെ പരസ്യജീവിതവും കുർബാനയും കഴിഞ്ഞ് കർത്താവിൻ്റെ തിരുമരണവും ഉയർത്തെഴുന്നേൽപ്പും വീണ്ടും വരവും വരെ ഉയർത്താണ് സമ്പൂർണ്ണ ജപമാല എന്ന് പറയുന്നത്. ഒരു ജപമാലയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് ചേഞ്ച് ഫോർ പോസിറ്റീവ്. ചേഞ്ച് വരുമ്പോൾ അത് പിന്നെയും 8ാം ക്ലാസ്സുകാരനെ കൊണ്ടൊന്ന് 6ാം ക്ലാസ്സിൽ ഇരുത്തിക്കണം ചെയ്യേണ്ടത്. 8ാം ക്ലാസ്സുകാരനെ 10ാം ക്ലാസ്സിൽ ഇരുത്തണം. പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ ഇപ്പം പല ആൾക്കാരും കർണക്കൊന്ത നൽകി ചൊല്ലിയിട്ട് ഏതാണ്ട് വലിയ ആനക്കാരും ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ പറ്റിക്കുന്നുണ്ട്. അത് ചെല്ലേണ്ടെന്നല്ല അച്ഛൻ പറയണത്. അത് കൊന്തയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, ജപമാലയ്ക്ക് പകരമാക്കരുത്. അത് ജപമാലക്ക് പകരമല്ല. ബിരിയാണിക്ക് പകരം അച്ചാർ കഴിച്ചാൽ മതിയാ. അത് ജപമാലയ്ക്ക് പകരമല്ല. ജപമാല ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലിരിക്കുന്ന ജപമാലയെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ മുമ്പത്തേക്കാൾ കുറച്ചുകൂടി നമുക്ക് പ്രയാസമുള്ള രീതിയിലാക്കി മാറ്റി. എനിക്കത് മനസ്സിലായില്ല. ഇപ്പം ഇന്നൊരു സാക്ഷി ഇവിടെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? വെള്ളമില്ല. കോട്ടയത്തെ ഒരു സാക്ഷി നമ്മൾ കേട്ടില്ലേ, വെള്ളമില്ലാതിരുന്നു, ഞങ്ങൾ അവിടെ കുഴൽക്കിണർ കുഴിച്ചു, അപ്പോൾ ആവശ്യത്തിന് വെള്ളം കിട്ടിയെന്ന് അല്ലേ? കോട്ടയത്തുകാരൊക്കെ ആ സാക്ഷ്യം മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ വണ്ടർമേട് ആ ഭാഗങ്ങളുള്ളവർക്ക് ആ സാക്ഷ്യം മനസ്സിലാവും. തീരദേശത്തുള്ളവർക്ക് ആ സാക്ഷ്യം മനസ്സിലാകത്തില്ല. കാര്യം വെള്ളമില്ലാത്ത അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ ശാന്തന്മാരെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ശാന്തന്മാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേടത്തി വന്ന് എൻ്റെ അടുക്കെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇവിടുന്ന് പൊറുതി ഉപേക്ഷിച്ച് പോവുകയാണ്. ശാന്തന്മാരെ വന്ന് ഇടിക്കുക. അപ്പോൾ ഞങ്ങളെ പൊറുതി ഉപേക്ഷിച്ച് പോവുകയാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നാത്തിനാ പൊറുതി ഉപേക്ഷിക്കണത്? പറഞ്ഞു, അച്ഛാ വെള്ളം കിട്ടണില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ഭർത്താവ് മരിച്ചു പോയി, 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ താമസിക്കുന്നത് മലയുടെ 700 അടി മുകളിലാണ് താമസിക്കുന്നത്. മലയുടെ 700 അടി മുകളിലാണ്. ഒരു 300 അടി താഴെ വെള്ളമുണ്ട്. 300 അടി. നമ്മൾ 300 അടി നടന്നു വരുമ്പോൾ അവിടെ ആ വീട്ടുകാർക്ക് അവിടെയും വീടൊക്കെ ഉണ്ട്, അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ 700 അടി മുകളിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഫെബ്രുവരി മാസം തൊട്ട് വെള്ളമില്ല. ആ വെള്ളം ഇല്ലാതെ വന്നപ്പോൾ അവർക്ക് പിന്നെ എങ്ങനെ ജീവിക്കും? നിത്യോപയോഗത്തിനും കഴുകാനും പത്രം കഴുകാനും ഒന്നും വെള്ളമില്ല. പിന്നെ എന്ത് ചെയ്യും? ഈ പെമ്മക്കൾ കൊടുവുമായിട്ട് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരണം. എത്ര അടി? 300 അടി 400 അടി ഇറങ്ങി വരണം. 400 അടി ഇറങ്ങി വരുമ്പോഴാണ് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടണത്. വെള്ളം കിട്ടിയാൽ പിന്നെ ഈ കൊടുവും കൊണ്ട് 400 അടി കയറിപ്പോണം. നമ്മൾ ഒരാഴ്ച 2 ആഴ്ച ചെയ്തപ്പോൾ തന്നെ നടുവും കേടായി, പക്ക് കുടിഞ്ഞ് ആകെപ്പാടെ പാകക്കേടായി. ഇപ്പോഴെന്ത് ചേച്ചി എന്നാ പറഞ്ഞതെന്നറിയാമോ? ചേച്ചി പറഞ്ഞത്, അച്ഛാ ഇപ്പം വെള്ളമില്ലെന്ന് കേട്ടപ്പോൾ വിൽക്കാനും ആരും എടുക്കണില്ല, വെള്ളമില്ലാത്ത സ്ഥലം ആരും എടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഈശോ ഇവിടെ ഇരിക്കണതുകൊണ്ട് ഈ പറയണ കാര്യം മുഴുവൻ സത്യമാണ്. അല്ലെങ്കിൽ ഞാനൊരു കഥ പോലും പറയാത്ത ആളാണ്, നിങ്ങൾക്കറിയാം.
കൊച്ചു കഥകളോ ചെറുകഥകളോ ഒന്നും വചനത്തിൽ കയറ്റത്തില്ല. വചനത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അനുഭവത്തിൽ, മറ്റുള്ളവരുടെ അനുഭവം പോലും ഞാൻ പറയത്തില്ല. അല്ലെ കൃപാസനത്തിൽ നടന്ന കാര്യമേ പറയത്തുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞ് അവർക്ക് ആ അനുഭവം ഉണ്ടായെന്ന് പോലും ഞാൻ പറയത്തില്ല. ഫസ്റ്റ് ഹാൻഡ് നോളജ് തരത്തുള്ളൂ, സെക്കൻഡ് ഹാൻഡ് നോളജ് തരത്തില്ല. അപ്പോൾ ഞാൻ ചേച്ചിയോ പറയണ വെച്ചാൽ ഇത് പെട്ട വിലക്ക് വിൽക്കേണ്ടി വരും. വിറ്റാൽ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ എങ്ങനെ കെട്ടിക്കും? അതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇപ്പോൾ വെള്ളമില്ലാത്ത കൊണ്ട് വളരെ മോശം വിലക്ക്, ചെറിയ വിലക്കേ വിൽക്കാൻ പറ്റത്തുള്ളൂ. വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് കൊണ്ട് ഈ 2 പെൺകുഞ്ഞുങ്ങളെയും കെട്ടിക്കാൻ പറ്റും. വാടകയ്ക്ക് പോകാമെന്ന് വെച്ചാലും ബാക്കിയുള്ള പെൺകുഞ്ഞുങ്ങളെ കെട്ടിക്കണ്ടേ? ഒരാളെ കെട്ടിക്കുമ്പോൾ കാശ് തരും, മറ്റയാൾ വീട്ടിൽ നിന്ന് പോകും. ആകെപ്പാടെ പ്രശ്നമാണ്. ഞാനെപ്പോഴും കർത്താവിൻ്റെ തിരുസന്നിധി പ്രശ്നം തന്നെ വെച്ചിരിക്കണത്. ഞാൻ പ്രശ്നത്തിൻ്റെ അപ്പുറത്തൊരു ദൈവത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിത്യജീവനെക്കുറിച്ച് മാത്രമാണ്. നിത്യജീവനെക്കുറിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. പിന്നെ കാര്യം നിത്യജീവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വന്നാൽ ഞാൻ പ്രശ്നത്തിനേക്കാൾ വലുതാണ് നിത്യജീവനെന്ന് പറയും ജനങ്ങളോട്. കാര്യം കർത്താവിനും മരണത്തേക്കാൾ വലുതായിരുന്നല്ലോ നിത്യജീവൻ. കർത്താവിന് നമ്മുടെ മരണത്തേക്കാൾ വലുതാണ്, തൻ്റെ മരണത്തേക്കാൾ വലുതായ നിത്യജീവനായതുകൊണ്ടാണല്ലോ കർത്താവ് ക്രൂശിക്കപ്പെടാൻ തയ്യാറായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ ചേച്ചിക്കൊരു തിരി വഞ്ചരിച്ചു കൊടുത്ത്, ചേച്ചി വിൽക്കാൻ വരട്ടെ, പോകാൻ വരട്ടെ, കർത്താവ് ജീവനോടെ നിൽക്കുന്നുണ്ടല്ലോ. നമുക്ക് ആദ്യം കർത്താവിനോട് പറയാം. കാര്യം നമുക്ക് വേറെ വഴിയില്ലല്ലോ, നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞതും കർത്താവിനോടാണ് പറയേണ്ടതെന്ന് പറഞ്ഞതും ആദ്യത്തെ മാർപ്പാപ്പ പത്രോസാണ് പറഞ്ഞത്. ഓരോരുത്തർ അവരുടെ വഴി നോക്കി പോയപ്പോൾ പത്രോസിനോട് കർത്താവ് ചോദിച്ചു, നിൻ്റെ വഴി നീ നിനക്ക് നോക്കുന്നുണ്ടോ? നിൻ്റെ വഴി നോക്കി നീ പോകണ്ട? അപ്പോഴേ പറഞ്ഞ് ഞങ്ങൾക്കൊരു വഴിയേ ഉള്ളൂ, അതെൻ്റെ കർത്താവാണ് എൻ്റെ വഴിയെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശു സ്തുതിയുടെ ഹല്ലേലൂയ, യേശു സ്തോത്രം, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു തിരി വഞ്ചരിച്ച് കൊടുത്തിട്ട് പറഞ്ഞ് ചേച്ചി പോയി ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞവരും ചെല്ലാൻ പറഞ്ഞു. എന്തിനാ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞത്? നിങ്ങളൊക്കെ ചെല്ലണ വിശ്വാസ പ്രമാണമല്ലേ? ആണോ? മകന് ജോലിയില്ലാത്തപ്പോഴും ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോഴും ഇപ്പം കേസിന് പോയ കാര്യം പറഞ്ഞില്ലേ, ഒരു ചെടുത്ത് കേസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ കുറേ സാക്ഷ്യമായി ഇതുപോലെ കേസും കോടതിയും അമ്മ എല്ലാത്തിനും ഇറക്കിക്കൊണ്ട് പോരുകയാണ്. ആ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഒരു സിസ്റ്റം സാക്ഷ്യം പറഞ്ഞായിരുന്നു, 33 കേസ്. അവനോട് അവൻ്റെ ജഡ്ജി തന്നെ ബന്ധമുള്ള വക്കീലിനോട് പറഞ്ഞു ഇവൻ പണി മേടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിളമ്പടിക്ക് ആശീർവാദം കൈ വെച്ചുകൊണ്ട് കണ്ണീരോടെ പോയി കൂട്ടി നിൽക്കും. അമ്മേ പണി തരല്ലേ, ഞാൻ അമ്മയുടെ മകനാണ്, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയാണ്, അമ്മക്കല്ലേ അറിയാൻ പാടുള്ളൂ, എനിക്ക് ഇവിടെ തന്നെ എനിക്കൊരു ചാൻസ് തരാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു നിനക്ക് ഞാനൊരു ചാൻസ് തന്നിരിക്കണം എന്ന് പറഞ്ഞു. ജഡ്ജി ഉടനെ ചോദിച്ചു വക്കീലിനോട്, ഈ പറഞ്ഞ വേറെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ പരാതിയുടെ പേപ്പർ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ പേപ്പർ നോക്കിയിട്ട് പേപ്പർ കാണാനില്ല. അപ്പോൾ അവൻ പറയുകയാണ് അമ്മ പേപ്പർ എടുത്ത് മാറ്റിയിരുന്നു. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞു നീ പോയിക്കൊള്ളാൻ പറഞ്ഞു. അവനെ വെറുതെ വിട്ടു. 33 കേസുള്ള ആളെ. അതെന്താ അവൻ അവിടെ നിന്ന് പറഞ്ഞു അമ്മ ഇനിയുള്ള കാലം എനിക്ക് അബദ്ധം പറ്റി, ഇനിയുള്ള കാലം ഞാൻ അമ്മയെ ഓർത്ത് ജീവിച്ചോളാമെന്ന് പറഞ്ഞു. അതാണ് സംഭവം. നിങ്ങളൊക്കെ അങ്ങനെ പറയണം എല്ലാവരും കേട്ടാ. എന്തെങ്കിലും കയ്യബദ്ധങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾ നിരാശപ്പെട്ട് ദൈവം ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ഇപ്പോൾ അബോർഷനായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുന്ത്രാണ്ടത്തൊക്കെ ചെന്ന് ചാടി മനസ്സിന് ഭാരമാണ്. ദൈവം എന്നെ കൈവിട്ടിരിക്കുകയാണ്, ദൈവം പോലും എന്നെ കേൾക്കത്തില്ല, കാര്യം എൻ്റെ കയ്യിരിപ്പ് അത്രമായിരുന്നു, ഇനിയിപ്പോൾ എങ്ങനെ നന്നാകാനാണ്, ഒക്കട്ടെ, അങ്ങനെ ഒന്ന് ഇവിടെ വന്നിരിക്കരുത്. ഒന്ന് പറഞ്ഞാൽ മതി അമ്മേ കുറച്ച് അബദ്ധം പറ്റിപ്പോയി, അറിഞ്ഞും ചെയ്തിട്ടുണ്ട് അറിയാണ്ടും ചെയ്തിട്ടുണ്ട്, ഇപ്പം എനിക്ക് എല്ലാം മനസ്സിലായി വരുന്നുണ്ട്, എനിക്കൊരു അവസരം കൂടി തരണം എന്ന് പറഞ്ഞാൽ നിനക്ക് 10 അവസരം തരും. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും.
മക്കളെ, പാട്ട് കേൾക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴേ സ്നേഹത്തോടെ കേൾക്കണം. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനീ പ്രസംഗം കേൾക്കണത്, ആദ്യമായിട്ടാണ് ഞാനീ പാട്ട് കേൾക്കണമെന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് സ്വന്തമായിട്ട് മാറ്റണം. നിങ്ങളുടെ സ്വന്തമായിട്ട് മാറ്റണം. അപ്പോൾ നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നണം. അങ്ങനെ തോന്നിയാൽ പ്രാർത്ഥന കറക്റ്റ് പാകമാകും. പാകപ്പെട്ട പ്രാർത്ഥനയാണത്. പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കണത് എന്ന് തോന്നിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ആ ഒരു ബോധത്തിൽ പ്രാർത്ഥിച്ച് വരുമ്പോൾ ദൈവത്തിന് എന്ത് തോന്നും? നിങ്ങൾ സീരിയസ് ആണെന്ന് തോന്നും. ഇല്ലേ? എല്ലാ ധ്യാനത്തിലും അച്ഛൻ പറയണതാണ്, നമ്മൾ സീരിയസ് ആണെന്ന് ദൈവത്തിന് തോന്നുകയാണ് പ്രാർത്ഥന കേൾക്കാനുള്ള ആദ്യത്തെ നടപടി. നമ്മൾ സീരിയസ് ആയാൽ ദൈവം എന്താകും? ദൈവം സിൻസിയറാകും. നമ്മൾ സിൻസിയറായാൽ ദൈവം എന്താണ്? സീരിയസ് ആകും. ഞാൻ ഈ 10-42 കൊല്ലം സഭയിൽ വന്നപ്പോൾ പഠിച്ച കാര്യം അതാണ്. എല്ലാത്തിനും നമ്മൾ സീരിയസ് ആണ് ദൈവികമായ കാര്യങ്ങൾക്ക്. അപ്പോൾ ദൈവം സിൻസിയറാകും. സീരിയസ് എന്ന് വെച്ചാൽ ഗൗരവം, സിൻസിയർ എന്ന് വെച്ചാൽ ആത്മാർത്ഥം. എല്ലാ കാര്യത്തിനും ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ ഓർത്ത് ദൈവം ശ്രദ്ധിക്കണ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കാവൂ. മനുഷ്യൻ ശ്രദ്ധിക്കണ പോയിൻ്റ് ശ്രദ്ധിക്കുമ്പോഴാണ് പ്രാർത്ഥന പമ്മണത്. പറഞ്ഞ മനസ്സിലായ? ദൈവം ശ്രദ്ധിക്കണ പോയിൻ്റുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ശ്രദ്ധിക്കണത് മനുഷ്യന്മാർ ശ്രദ്ധിക്കണ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണത്. എന്താണ് അച്ഛൻ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് ഉദ്ദേശം എന്നറിയാവോ? പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ എന്നാ പറയണത്? ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്ന രാജാവ് സന്തതി. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. ദൈവത്തെ ഭയപ്പെടാത്ത എന്ന് പറഞ്ഞ്, ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യും? ദിവസം ഒരു സാധു വിധവയാണ്, പിന്നെ ആരാണ്? സാധുവുമാണ്. ദിവസവും ഒരു സാധു വിധവ വന്ന് യജമാനെ എനിക്ക് നീതി നടത്തി തരണമേന്ന് അവനോട് അപേക്ഷിക്കുക പതിവായിരുന്നു. എന്താണ്? അയാളുടെ വീട് ചിലപ്പോൾ എല്ലാവരും കൈകാരി കാണും. തിരക്കാനും ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും ആരില്ലല്ലോ. അപ്പോൾ ഇയാളെന്താ പറയണത്? ഇയാൾ തന്നെത്താൻ ചിന്തിച്ച് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, പിന്നെ എന്താണ്? മനുഷ്യനെ മാനിക്കുന്നില്ല. എങ്കിലും ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാരണം ഞാൻ അവർക്ക് നീതി നിറവേറ്റി കൊടുക്കും. എപ്പോഴും ശല്യപ്പെടുത്തുക. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, ഇത്രയും പറഞ്ഞിട്ട് നീതിരഹിതനായ ന്യായാധിപൻ പറയുന്ന ശ്രദ്ധിക്കുവൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നീതി നടത്താതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വരുത്തുമെന്നോ വരുത്തത്തില്ലെന്നാ? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ, നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീതി നടത്തി കൊടുക്കും. അതിന് കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താണ്? എന്താ? താമസം വരുത്തുമെന്ന് വരുത്തത്തില്ലെന്നോ? വരുത്തത്തില്ലെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ പോളിസിയാണ്. നമ്മൾ ഇട്ട് നടത്തുന്ന പരിപാടിയൊന്നുമില്ല, സർക്കാർ പ്രോഗ്രാമൊന്നുമില്ല. ദൈവത്തിൻ്റെ പോളിസി എന്താ? കാലവിളംബം വരുത്താത്തതാണ്. കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ പോളിസി. അത് കൃത്യമായി കർത്താവ് പറയുന്നുണ്ട്. അമ്മയുടെ പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് കൺകറൻസ് കിട്ടാൻ കാര്യം എന്താ? സമയമായില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ടാകുന്ന നോക്കുകയല്ലേ. സമയമായില്ല എന്നല്ലേ കാനായിലെ കല്യാണത്തിൽ അമ്മയോട് പറയണത്. എന്നാലും സമയമായില്ല എന്ന് പറഞ്ഞാലും സഹായിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ദൈവം നോക്കും. അപ്പം ദൈവത്തിൻ്റെ നയപരമായ രീതിയിൽ കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ രീതികൾ. അപ്പം ദൈവത്തിൻ്റെ കാലവിളംബം വരുത്താത്ത രീതികളിൽ ആണ് അമ്മ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അമ്മ പ്രാർത്ഥന വെച്ചപ്പോൾ ആ പ്രാർത്ഥന ഈശോ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും ചിന്തിക്കണം,
കാലവിളംബം വരുത്തത്തില്ലെന്ന്. ഇപ്പം ഞാൻ ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, ചേച്ചി തിരി കൊണ്ടുപോകും, കർത്താവ് ഇതിൻ്റെ സമാധാനം കാണും. കാര്യം എല്ലാത്തിനും കർത്താവിൻ്റെ കയ്യിൽ സമാധാനമുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊക്കെ ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ ഉണ്ടാകുന്ന കുഴപ്പമില്ല. ഇത് ദൈവത്തോട് പറയാമോ? ചെറിയ ദൈവത്തെ നമ്മൾ ചെറിയ കാര്യങ്ങളുടെ തമ്പുരാനാക്കും, എന്നിട്ട് ചെറുത രീതിയിൽ ചിന്തിക്കും. അതാണ് കുഴപ്പം. ചെറിയ കാര്യങ്ങളിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ കോതമംഗലം വൈക്കത്തൊരു 400 ഏക്കറുണ്ട്, വേണമെങ്കിൽ കേസ് പറഞ്ഞാൽ കിട്ടും, കുറച്ച് കാശ് കൊടുത്താൽ മതി. അച്ഛൻ മേടിച്ച അച്ഛന് ഈ സാംസ്കാരിക യൂണിവേഴ്സിറ്റി നടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വയസ്സിപ്പോൾ 59 വരുന്നുണ്ട്, ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ ആദ്യം കൃപാസനത്തിൽ സങ്കടത്തോടെ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊന്ന് കേട്ട് തീരട്ടെ. ഞാൻ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ കർത്താവിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, സംഭവം സത്യമാണെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കർത്താവ് കൃപ പിൻവലിക്കും. ചില കാര്യങ്ങൾ സത്യമാകാം, പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് വിവേചിക്കുന്നത്. ഇപ്പം നീ കാനഡയിൽ പോകുക എന്നുള്ളത് സത്യമാകാം, ചിലപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പം നിനക്ക് നീ പറയുന്ന ഈ ജോലി തന്നെ കിട്ടണത് ചിലപ്പോൾ സത്യമാകാം. കാര്യം നിൻ്റെ കൂട്ടുകാരത്തിൽ കിട്ടി, നിൻ്റെ ക്ലാസ്മേറ്റിന് കിട്ടി, പക്ഷേ നിനക്കത് വേണമെന്നുള്ളത് അതൊരു സത്യമാണ്. ചിലപ്പോൾ അതുകൊണ്ട് നിന്നെക്കൊണ്ട് അപ്പം എല്ലാവർക്കും എല്ലാം നല്ലതാണ്, എല്ലാവർക്കുമല്ല എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. പ്രഭാഷകനാണ് 37:28 അല്ല, എല്ലാം നല്ലതാണ് എല്ലാവർക്കുമല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിൻ്റെ അനിയത്തിക്ക് ചിലപ്പോൾ കാനഡ നല്ലതായിരിക്കാം, നിനക്ക് നല്ലതായിരിക്കത്തില്ല. അതാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് കാലവിളംബം വരണത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ കാലവിളംബം നയപരമായിട്ടുള്ള നിലപാടല്ല. കാലവിളംബം നയപരമായിട്ട് നിലപാടല്ലാത്ത കൊണ്ടാണ് കാലവിളംബം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പോലും സഹായിക്കാനുള്ള സാധ്യത ദൈവം അന്വേഷിക്കുന്നത്. അമ്മയോട് പറഞ്ഞപ്പോൾ സമയമായില്ല എന്ന് പറഞ്ഞപ്പോഴും അപ്പാടെ മനസ്സിലാണ് സമയമെന്ന് പറയുമ്പോഴും ഈശോ അന്വേഷിക്കുകയാണ്, അമ്മയല്ലേ പറഞ്ഞത്, അത് ചെയ്തു കൊടുക്കാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ? ഉണ്ടായെന്ന് നോക്കിയപ്പോൾ ഒരു പ്രൊവിഷൻ കിട്ടി. എന്താണ്? ദൈവത്തിൻ്റെ നിലപാട്, തൻ്റെ മക്കളുള്ള നിലപാട് കാലവിളംബം ലൂക്ക 18:7 അനുസരിച്ച് കൊണ്ട് കാലവിളംബം വരുത്താത്ത നിലപാടാണ്. അപ്പോൾ ആ പ്രൊവിഷനിൽ വെച്ചുകൊണ്ടാണ് അമ്മയോട് പറയണത് ഭരണികൾ വെള്ളം നിറക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ലുപ്പ് ഹോളുണ്ട്, അതനുസരിച്ച് കൊണ്ട് അമ്മയെ സഹായിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. ദൈവം എപ്പോഴും നോക്കണത് എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാനുള്ള മനസ്സാണ്. അതിലൊക്കെ അമ്മയുടെ കൂടെ ഒരു ഉന്തുകൂടിയാകുമ്പോൾ ഓക്കെ ആവും സംഭവം. എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കരുതെന്നല്ല, എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാൻ ആണ് ദൈവത്തിൻ്റെ മനസ്സുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ഒരു മധ്യസ്ഥം കൂടി കിട്ടുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ ചേച്ചി തിരിയും കൊണ്ടുപോയി പ്രാർത്ഥിച്ച്. ചേച്ചിയുടെ പ്രശ്നം എന്താണ്? 700 അടി താഴെയാണ് വെള്ളം, പിന്നെ വെള്ളമുള്ളത് 300 അടി താഴെയാണ്. 400 അടി ഇറങ്ങി വരണം. ഇറങ്ങി വന്നാൽ പോരില്ല, പിന്നെ വെള്ളം കൊണ്ടാണ് കയറേണ്ടത്. ഇവർക്ക് ഈ കല്യാണം പ്രായമായ മക്കളെ ഇങ്ങനെ ഇനി വെള്ളത്തിന് സന്ധ്യക്കൊക്കെ വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പുലിവാല് വേറെയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു മടുത്ത്, ആ സ്ഥലം മടുത്ത്, ജീവിതവും മടുത്ത്, ഒരു നരക യാതനയാണ് ശരിക്കും. ആരോട് സങ്കടം പറയാനാണ്? സ്ഥലം വിൽക്കാനാണെങ്കിൽ വിൽക്കാൻ വിളവില്ലാതെ എടുക്കണമില്ല. അപ്പം ചില സമയത്ത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം മാനുഷ്യമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഇല്ല മക്കളെ, മനസ്സിലായില്ലേ? എങ്ങനെ അതിൻ്റെ അകവും പുറവും മുകളും താഴെയൊക്കെ പരിശോധിച്ചാലും ഈ വിഷയത്തിന് മാനുഷിക പരിഹാരമില്ലാത്തതായിരിക്കും. എൻ്റെ മക്കളെ, മാനുഷികമായ പരിഹാരം ഒരു വിഷയത്തിന് ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിഹാരമേ ഇല്ലെന്നാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായ ഒരു പരിഹാരം ഇല്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിലെ കൊച്ചിനോട് നമ്മൾ പറഞ്ഞു അരിച്ചാക്കെടുക്കാൻ പറഞ്ഞു. അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്? അരിച്ചാക്കെടുക്കുക കൊച്ച്, 5ാം ക്ലാസ്സിലെ കുഞ്ഞ്. അരിക്കാച്ച് ഏറ്റവും കുറഞ്ഞ 75 കിലോ ഉണ്ടല്ലേ, അവനൊരു 10 കിലോ ആണെങ്കിൽ എടുക്കും.
അപ്പോൾ 75 കിലോ ഈ 5ാം ക്ലാസ്സിലെ മകനോട് 75 കിലോ എടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ തന്നെ എടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല, നിനക്ക് ഭാരമായ കാര്യം, നിനക്ക് സാധിക്കാത്ത കാര്യം നീ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കണത്, ദൈവം തന്നെ ചെയ്യണമെന്നാണ്. കൈ ഇടിച്ച് കർത്താണ്. മനസ്സിലായില്ലേ മക്കളെ? അല്ലാതെ ഇപ്പം 5ാം ക്ലാസ്സിലെ ക്വസ്റ്റിനോട് 75 കിലോ എടുക്കാൻ പറഞ്ഞാൽ എടുക്കത്തില്ല. പക്ഷേ CET അല്ലെങ്കിൽ INTUC BMS ഉള്ള എക്സ്പേർട്ടായിട്ടുള്ള ചുമട്ടുകാട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെടുത്ത് വളയിട്ടുകൊണ്ട് ചുമകൂടായിട്ട് പോകും. അപ്പം നമുക്ക് ഭാരമുള്ള ഒരു കാര്യം നമ്മളെടുക്കാൻ പറഞ്ഞാൽ നമുക്കത് പൊങ്ങുന്നില്ലെങ്കിൽ നമ്മളെടുക്കാനല്ല അത് ഉദ്ദേശിക്കണത്. പിന്നെ എന്താണ്? ദൈവം എടുക്കാൻ വേണ്ടിയാണ്. നിനക്ക് വേണ്ടി ദൈവം എടുക്കാം. പിന്നെ നിൻ്റെ ചുമതല എന്താണ്? ദൈവത്തെ കൊണ്ട് എടുപ്പിക്കണം. അതാണ് നിൻ്റെ ചുമതല. അപ്പോൾ ദൈവത്തെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി നമ്മളോട് പറയും ഇല്ലേ? നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ചേച്ചി ചിരിച്ചോണ്ട് ഓടി ഇങ്ങനെ കയ്യൊക്കെ പൊക്കിക്കൊണ്ട് മലയിറങ്ങി എന്നെ കാണാം. ഞാൻ 9 മണിക്കാണ് കൺവെൻഷൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഞങ്ങൾ പ്രൈസ് വർഷിപ്പിന് കയറിയപ്പോൾ ഇങ്ങനെ കയ്യൊക്കെ കാണിച്ചുകൊണ്ട് മലയടിയുമായിരുന്നു ചേച്ചി ഇറങ്ങി വരികയും. അക്കാലങ്ങളിൽ കുറേ ധ്യാനം ഞാൻ ഇടുക്കി ചെയ്തായിരുന്നു. പുളിയമ്മല ചെയ്ത്, അതുപോലെ തന്നെ ശാന്തംപാറ, മയിലാടുംപാറ, അവിടെ കുറേ ധ്യാനം ചെയ്ത്. പിന്നെ അവിടെ ചെയ്തത് കരുണ ഹോസ്പിറ്റലിൽ ചെയ്ത്. ഈ ഒരൊറ്റ ധ്യാനത്തിലാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ അടിവരുമാറി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ സ്റ്റേജിൽ നിൽക്കുകയല്ലേ. അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചേച്ചിനല്ലേ ഇന്നലെ കണ്ടത്. ചേച്ചി വെടിച്ചില് പോലെ വന്ന് എൻ്റെ സ്റ്റേജിൻ്റെ അരികിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇവരിങ്ങനെ കയ്യും കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിൽക്കുക, സ്തുതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സ്തുതിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി അടുത്ത് പോയി, ചേച്ചി എന്നാ? അച്ഛാ, തിരി പകുതി ആയപ്പോൾ കിണറ്റി വെള്ളം പൊങ്ങി വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ പ്രതിമയായിപ്പോയി. കാര്യം ഇങ്ങനെ ഒരു പരിഹാരം എനിക്കറിയത്തില്ല. കർത്താവ് ഏതെങ്കിലും രീതി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴും ആരെങ്കിലും വന്ന് ഒന്നുകിൽ മഴ പെയ്യണം. കാര്യം അവിടെ മഴ പെയ്തിട്ട് അക്കാലങ്ങളിൽ കുറേ നാളായിരുന്നു. ഏലത്തോട്ടത്തിലൊക്കെ ചെന്നിട്ട് ഇലയെല്ലാം മഞ്ഞ നിറമായിരുന്നു. ഏലത്തോട്ടത്തിൽ ചെന്നിട്ട് ഏലമെല്ലാം മഞ്ഞ നിറമായിരുന്നു. ഹെലികോപ്റ്റർ 20,000 രൂപ വെച്ചൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിന് 20,000 രൂപ വെച്ച് ഹെലികോപ്റ്റർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ഏലത്തോട്ടത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടാനാ? കർഷകന്മാരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരാധന നടത്തുമ്പോഴും രാത്രി ഒരു വീട്ടിൽ കുർബാന ഇരിക്കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുർബാന എനിക്കുള്ളത് കൊണ്ട് ഞാനൊരു വീട്ടിൽ താമസിച്ച് ആരും ആ വീട്ടിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടീം മാത്രം ഇരുന്നുകൊണ്ട് കുർബാന ഇല്ലും. കുർബാന ഇല്ലുമ്പോഴൊക്കെ ഈ ഏലത്തോട്ടങ്ങളും കർഷകരെയും മലയോടും എല്ലാം സമർപ്പിക്കും. അത് അതായത് നമ്മൾ എപ്പോഴും മക്കൾ വിചാരിക്കണം, ജീവിക്കണ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയണതാണ്, ജീവിക്കണ ദൈവത്തിലാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തിലേക്ക് മാറാത്തത്? പത്രോസ് മാറിയില്ലല്ലോ. പത്രോസ് പറഞ്ഞില്ലേ, എടാ ഓരോരുത്തർ ഓരോ വഴി തിരക്കി പോയില്ലേ, നിനക്ക് നിൻ്റെ വഴിക്ക് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്കൊരു വഴിയേ ഉള്ളൂ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വഴി, നിത്യജീവൻ നീയാണെന്ന് കൈ അടിച്ച് കർത്താൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, നിത്യജീവന്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലാണല്ലോ കർത്താവേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അതൊരു ശരണമെന്നാ പറയണത്. ഇപ്പം പത്രോസ് എന്താ ചോദിച്ചത്? എല്ലാവരും അവരുടെ വഴിക്ക് പോയല്ലോ, നിനക്ക് നിൻ്റെ വഴിക്ക് പോകാൻ മേലേന്ന് ചോദിച്ചപ്പോൾ എന്നാ പത്രോസ് പറഞ്ഞത്? ഞങ്ങൾ യോഹന്നാൻ 6:68 അല്ലേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? എന്താ കാരണം? നിത്യജീവൻ്റെ വചനങ്ങൾ. ഇത് അവസാനവും പത്രോസ് പറയുന്നുണ്ട്. പത്രോസിനെ കൊണ്ട് കർത്താവ് ഈ വചനം പഠിപ്പിച്ചിട്ടാണ് 3000 പേരെ ജ്ഞാനസ്നാനപ്പെടുത്തിയത്. 3000 പേര് പത്രോസിൻ്റെ പ്രസംഗത്തിൽ ജ്ഞാനസ്നാനപ്പെട്ടില്ലേ? ഒറ്റ പ്രസംഗത്തിൽ ഇല്ലേ? അതെന്താ? നമ്മൾ നടപടി 4-ാം അധ്യായം അതായത് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ആ മനുഷ്യനെ എടുത്ത നിലപാട്, ആ നിലപാടിൻ്റെ വചനത്തിൻ്റെ അകത്ത് ഭയങ്കര പവറാണ്. എന്താ കാര്യം? നമ്മൾ നിൽക്കും തോറും നമ്മുടെ വിശ്വാസം മൂത്ത് വരും.
മനസ്സിലായില്ലേ മക്കളെ? ഓരോരുത്തർ കിട്ടച്ചും പോയി പ്രാർത്ഥനയും മുടക്കി. ഇപ്പം നിൻ്റെ വീട്ടിൽ തന്നെ നിൻ്റെ മകൻ പ്രാർത്ഥിക്കണില്ല, അവൻ IELTS മൊഡ്യൂൾസ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്നാത്തിനാണ് പ്രാർത്ഥിക്കുക, ഇത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതും കിട്ടിയില്ല, അതുകൊണ്ട് പ്രാർത്ഥന അവൻ സ്റ്റോപ്പ് ചെയ്ത്. അവൻ സ്റ്റോപ്പ് ചെയ്യണ മുമ്പ് തന്നെ നിൻ്റെ ഭർത്താവ് സ്റ്റോപ്പ് ചെയ്ത്. ഓരോ ആൾക്കാർ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ എന്താ സംഭവിക്കണത്? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശു സ്തോത്രം, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. എപ്പോഴും അതായത് ഓരോരുത്തന്മാർ വിശ്വാസത്തിൽ വീണ് വരുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? അവശേഷിക്കുന്നവൻ്റെ വിശ്വാസത്തിന് മൂല്യം കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായ? സത്യം മനസ്സിലായ? വിശ്വാസം അവശേഷിക്കേണ്ടതാണ്. വിശ്വാസം അവശേഷിക്കേണ്ടതാണ്. കാര്യം എന്താ പറയണത്? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ഈശോ ചോദിച്ചോ. എന്നിട്ട് എന്താ ഈശോ നീതി നടത്തി കൊടുക്കും. പക്ഷേ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലായില്ലേ? കർത്താവ് അതായത് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നമുക്ക് 18:7 ലുക്കായുടെ സുവിശേഷം, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്ന് പറഞ്ഞ് ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? അപ്പോൾ എന്താ ചോദിക്കണത്? അപ്പോൾ ദൈവം നമ്മളിൽ അവശേഷിക്കണമെന്ന് കരുതണത് എന്താണ്? വിശ്വാസം. പക്ഷേ വിശ്വാസം അവശേഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താണ് അവശേഷിക്കേണ്ടത്? അവശേഷിക്കുന്ന വിശ്വാസം, അതിജീവിക്കുന്ന വിശ്വാസം ഒക്കെ ബൈബിളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഈ മനുഷ്യപുത്രൻ വരുമ്പോൾ എന്ന് പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ എപ്പോഴാണ് വരണത്? അതാണ് പ്രശ്നം. മനുഷ്യപുത്രൻ എപ്പോഴാണ് വരണത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കാൻ കഴിയുമോ? മർക്കോസിൻ്റെ 13:28 വരുമ്പോൾ എന്താ പറയണത്? കാലത്തിൻ്റെ ഭാവമാറ്റങ്ങൾ പ്രവചിക്കാൻ കഴിയുമോ? അത്തിമരത്തെ കണ്ട് പഠിക്കുവിൻ. അത്തിമരത്തെ കണ്ട് എന്ത് പഠിക്കാനാണ് പറയണത്? അത്തിമരത്തിൻ്റെ തണ്ടുകൾ ഇളതാകുമ്പോൾ അതിന് തളിർപ്പുണ്ടാകുന്നു. എന്ന് പറഞ്ഞിട്ടാണ് ഈശോ പറയണത്. ഈശോ എല്ലാം പോസിറ്റീവായിട്ട് പറയത്തുള്ളേ. അത്തിമരത്തിൻ്റെ ഇല കൊഴിയണ കാര്യം ഈശോ പറഞ്ഞില്ല. തളർപ്പുണ്ടാകണ എപ്പോഴാണ്? നമുക്കറിയാം. അമ്പലമായാലും ശരി, റബ്ബറായാലും ശരി, ഇല കൊഴിയണ ഒരു കാലമുണ്ട്. ഇല കൊഴിയണ എപ്പോഴാണ്? വേനൽക്കാലം. ഈശോ പറഞ്ഞു വേനൽക്കാലമാണെന്ന് ഈശോ പറഞ്ഞു. അത്തിമരത്തിൻ്റെ കമ്പുകൾ ഇളതാവുകയും അത് പുതിയ പുതിയ നാമ്പുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത് വേനൽക്കാലത്താണെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ വേനൽക്കാലത്ത് എന്താ സംഭവിക്കണത്? ഇല കൊഴിയും. ആദ്യം ഇല കൊഴിയണതാണ് പറയേണ്ടിയിരുന്നത് കർത്താവ്. അത് നെഗറ്റീവ് ഫാക്ടർ ആയത് കാരണം ഈശോ അത് അവോയ്ഡ് ചെയ്യും. അതിൻ്റെ പോസിറ്റീവ് ഫാക്ടർ പറയും. എന്ത് പറയും? തളിർക്കണ കാര്യം പറയും. മനസ്സിലായില്ലേ? തളിർക്കണ കാര്യം പറയും. വേനൽക്കാലം ഇല കൊഴിയണ കാലമാണെന്ന് പറയുന്നതിന് പകരം ഈശോ എന്ത് പറയും? വേനൽക്കാലം കഴിയുമ്പോൾ ഇല തളിർക്കുമെന്ന് പറയുമല്ലോ. ഒന്ന് ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ആരാധിച്ച് വണങ്ങട്ടെ. കർത്താവേ, രോഗദുരിതങ്ങൾ, വേദനകൾ, വിഷമതകൾ, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, IELTS എക്സാം എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, OET എക്സാം എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, വിദേശ ജോലി ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതായത് മർക്കോസ് 13:28 അത്തിമരത്തിൽ നിന്ന് പഠിക്കുവേൻ.
അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. കൊമ്പ് തളിർക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന്? അപ്പം തളർക്കുന്ന കാര്യത്തിനാണ് ഈശോ പ്രാധാന്യം കൊടുക്കുന്നത്. തളർക്കണ മുമ്പ് എന്താ സംഭവിക്കണത്? ഇല കൊഴിയും. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന മോശം അനുഭവങ്ങൾക്കല്ല വിശ്വാസി പ്രാധാന്യം കൊടുക്കേണ്ടത്. ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവ് അനുഭവങ്ങൾക്കല്ല വിശ്വാസി പ്രാധാന്യം കൊടുക്കേണ്ടത്. പല ആൾക്കാരും വിശ്വാസം വിട്ടുപോയത് നെഗറ്റീവ് അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ്. വേനൽക്കാലത്ത് ഇല വാടിപ്പോവുകയും കരിഞ്ഞു പോവുകയും അടർന്നു പോവുകയും ചെയ്യും. അതിന് പകരം ഈശോ പറയും, തളർത്ത് വരുന്ന നോക്ക്, ചുമ്മാ പുണ്യായിട്ട് നോക്കല്ലേ, പിന്നീട്ട് നോക്കാൻ പറയും. കൊളോസ്യസിൽ അങ്ങനെ വചനമില്ലേ? ഇല്ലേ? നിങ്ങൾ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. കൊളോസ്യസ് 3:11 അങ്ങനെ വചനമില്ലേ? നിങ്ങൾ യേശുക്രിസ്തുവിനോട് ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. അവിടെ എന്താ സംഭവിക്കണത്? ഉന്നതങ്ങൾ എന്താ സംഭവിക്കണത്? കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉന്നിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനാണ് ഈശോ പറയണത്. മറ്റേ കാര്യങ്ങൾ തകർച്ച, ഞാൻ ഇത്രയും പഠിച്ചല്ലോ, എൻ്റെ കൂട്ടുകാരെല്ലാം കെട്ടിപ്പോയല്ലോ, എൻ്റെ കല്യാണം കഴിച്ച എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം കുഞ്ഞുങ്ങളൊക്കെ ആയല്ലോ, അവർ വീട് വെച്ചല്ലോ, ഇങ്ങനെ അവരെ നോക്കി ഇരിക്കണതിന് പകരം കർത്താവിനെ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരിക്കലും നിങ്ങളുടെ ശ്രദ്ധ കളയരുത്. ശ്രദ്ധ ഈശോയിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് ചില സമയത്ത് പറയണത് അവിടെ ഇവിടെ നോക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കും. അവിടെ നിങ്ങളെക്കാൾ മെച്ചമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിടിച്ച് കളയും. അങ്ങനെ മനസ്സിടിക്കരുത്. പത്രോസ് മനസ്സിടിക്കാതെ ഒരു നിന്ന് എല്ലാവരും ഇട്ടച്ചും പോയ സമയത്തും മനസ്സിടിയാതെ ഒറ്റക്ക് നിന്ന മനുഷ്യനാണ്. അങ്ങനെയാണ് കർത്താവ് വചനം പഠിപ്പിച്ചത്. പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? പത്രോസ് എന്ത് പറഞ്ഞു? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും. അതാണ് യോഹന്നാൻ 6:68. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങേ പക്കലാണല്ലോ എന്ന് പറഞ്ഞ വചനത്തിന് ഭയങ്കര ഹെവി കലോറിയാണ്. ആ വചനം വീണ്ടും പത്രോസ് അനുഭവത്തിലൂടെ പഠിച്ചിട്ട് പത്രോസ് പിന്നീട് കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിയുമ്പോൾ പത്രോസ് പറയും, മറ്റൊരുവൻ രക്ഷയില്ല, ഒരിടത്ത് പോയിട്ടൊരു കാര്യവുമില്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ the single name is given, the name of Jesus Christ എന്ന് പറയും. എന്താണ്? കർത്താവിന് നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. നടപടി 4:12 പറയണത് യോഹന്നാൻ 6:68 അനുഭവത്തിൽ നിന്നാണ് പത്രോസ് പറയണത്. അത് കേട്ടപ്പോൾ മനസ്സിലായ ജനങ്ങൾക്ക് മറ്റൊരുവൻ രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ യേശുക്രിസ്തു നാമത്തിൽ രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച് കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. അത് മർക്കോസിൻ്റെ സുവിശേഷം 13:29. അതായത് അത്തിമരം ഇല കൊഴിയുമ്പോൾ, വേനൽക്കാലം വന്ന് കഴിയുമ്പോൾ, അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിച്ചത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു കൊള്ളുക. മനസ്സിലായ മക്കളെ? എന്തിനാണ് ഇപ്പോൾ ഈശോ ഇത് പറയണത്? നേരത്തെ ഒരു വചനം പറഞ്ഞില്ലായിരുന്നോ? എന്താ പറഞ്ഞത്? 18:7 പറഞ്ഞില്ലേ? ലുക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞില്ലേ? എന്താ പറയണത്? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ, 18:7 ലുക്കായുടെ സുവിശേഷം, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അല്പമെങ്കിലും വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടായിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യപുത്രൻ വരുമ്പോൾ അവശേഷിച്ചതായിട്ട് കാണപ്പെടുന്നത് എന്ത് വിഷയമാണ്? വിശ്വാസം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പിന്നീട് ഇപ്പം വ്യാഖ്യാനിച്ച് പരിശുദ്ധാത്മാവ് എന്താ പറയണത്? മനുഷ്യപുത്രൻ വരുമ്പോൾ അവശേഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ദൈവം നോക്കുന്നത് വിശ്വാസമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? മനുഷ്യപുത്രൻ എപ്പോഴാണ് വരണത്? വേനൽക്കാലം കഴിഞ്ഞേ വരത്തുള്ളൂ.
പിടികിട്ടിയ മനസ്സിലായില്ലേ? അത് വളരെ ജ്ഞാനവരത്തോടെ. ഇപ്പം എപ്പോഴാണ് ഇപ്പോൾ മർക്കോസ് 13:29 എന്താ പറയണത്? അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്ന കാണുമ്പോൾ ഏത് കാര്യങ്ങളാണ്? അത്തിവൃക്ഷത്തിൻ്റെ ഇല അടർന്നു പോകുന്നതും വേനൽക്കാലം ഉള്ള തണലിൽ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഓർക്കുക, അവൻ പടിവാതിക്കൽ നിൽക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ കൈവിട്ടെന്ന് നോക്കാനല്ല പറഞ്ഞിരിക്കണത്. നിന്റെ അത്തിവൃക്ഷങ്ങളുടെ തണലുകൾ നഷ്ടപ്പെടുമ്പോൾ, നിന്റെ തണലുകൾ നഷ്ടപ്പെടുമ്പോൾ, പണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇടവക ഇരുന്നിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഇടവക പള്ളിത്തോട്. അപ്പോൾ അവിടെ പോകാൻ കുറച്ച് പ്രശ്നമായിരുന്നു. കാര്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന്. അത് കാരണം ഞാൻ ഒരു ദിവസം 13 കൊന്ത വെച്ച് ചെല്ലി 45 ദിവസം ചെല്ലിയിട്ടാണ് സ്വന്തം ഇടവക പള്ളി ചാർജ് എടുക്കാൻ പോയത്. പക്ഷെ അതിൻ്റെ ഗുണമുണ്ടായി. ഒരു നാട്ടുനടപ്പും രീതികളും ഒക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ച ഏത് വിധിയെയും തിരുത്താൻ പറ്റും. ഞാൻ 10-32 കൊല്ലമായി ഇപ്പോൾ സഭയിൽ വൈദിക ശുശ്രൂഷ ചെയ്യണത്. ഇന്ന് ഞാൻ പറയും, എൻ്റെ ഇടവക ഇരുന്ന സ്വന്തം ഇടവക ജോലി ചെയ്ത ആ 3 കൊല്ലമായിരുന്ന പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാലം. കാര്യം ജനങ്ങളും അതുപോലെയായിരുന്നു. അടുക്കളയിലെ മേടൽ ആൾക്കാരൊക്കെ, ചുറ്റോട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ ഒട്ടുമുറിയിലും ഒക്കെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവർ തോന്നുമ്പോഴൊക്കെ വരും, ചട്ടിങ്ങളൊക്കെ പൊക്കി നോക്കും, അച്ഛന്മാർക്ക് അറിവുണ്ടാകുന്ന നോക്കും, ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് വെക്കും. അല്ല തുമ്മുക ചിരിക ചുമക്കുക ചെയ്യണമെങ്കിൽ അപ്പം തന്നെ പോയി വെള്ളമൊക്കെ ചൂടായി കൊണ്ടുവരും. അവിടെ ആവി പിടിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. അതുപോലെ ഒരു ഇടവക ഞാൻ പിന്നെ ഒരിക്കലും ഇരുന്നിട്ടില്ല. അപ്പോൾ എന്തെല്ലാമാണ് നമ്മുടെ ഇപ്പം നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഉത്കണ്ഠമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും, ദൈവമേ അവിടെ നാത്തുമാരുണ്ട്, നാത്തുമാരുടെ പടയാണുള്ളത്. അല്ലെങ്കിൽ ചില പറയും അവിടെ വയസ്സൻ കോളനിയാണ്, എല്ലാ വയസ്സന്മാരാണ് ഉള്ളത്, എല്ലാം എൻ്റെ മകളുടെ നടുവൊടിയുമായിരിക്കും എന്നൊക്കെ പറയത്തില്ലേ? മണ്ടത്തരമാണ്, പിശാസിൻ്റെ ഉപദേശങ്ങളാണ്. ഇപ്പം ചില കല്യാണം കെട്ടിച്ച് വിടുമ്പോൾ പറയത്തില്ലേ, അവിടെ കെട്ടിക്കുന്നത് അവിടെ നാത്തൂൻ്റെ എട്ടുകളി, അമ്മയും നാത്തൂന്മാരും കൊണ്ട് നിന്നെ എലി അപ്പം തിന്ന പോലെ തിന്നുമെന്ന് പറയും. അല്ലെങ്കിൽ പറയും അവിടെ മുഴുവൻ വയസ്സാണ്, ഭർത്താവിൻ്റെ അപ്പന്മാരുണ്ട്, അത് ഭാര്യയുടെ അപ്പന്മാരുണ്ട്, പിന്നെയും വേറെ ഒരു വയസ്സിനെ കണ്ടത് ആരാണ്ടറിയാം ആവും. അതുകൊണ്ട് എൻ്റെ മകളെ നീ പോകണ്ടെന്ന് പറയും. പക്ഷേ എൻ്റെ മകളെ ഇവിടെയാണ് പോകേണ്ടത്. എന്താ കാര്യം എന്നറിയാവോ? ഞാൻ ഇതുപോലെയുള്ള പ്രയാസത്തിലാണ് ആ വിഷയത്തിൽ ചെന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ 13 കൊന്ത, ഇപ്പോൾ ഈശോയിരിക്കണ്ടല്ലോ, 13 കൊന്ത വെച്ച് 45 ദിവസം പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് സമയം തന്നു. 45 ദിവസം പ്രാർത്ഥിച്ചിട്ടാണ് 13 കൊന്ത വെച്ച് പ്രാർത്ഥിക്കാൻ പോയത്. അപ്പോഴെന്ത് ചെയ്യും നിങ്ങൾക്കറിയാവോ? ഈ ജെറീക്കോ പട്ടണം കീഴടക്കുന്നതിന് മുമ്പ് ജനങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ജെറീക്കോ പട്ടണം കീഴടക്കുന്നതിന് മുമ്പ് ജനങ്ങൾ എന്താ പറയണത്? അവിടെ രാക്ഷസവർഗമാണ് അവിടെ ഉള്ളതെന്നാണ് പറയണത്. ഇല്ലേ? രാക്ഷസവർഗമാണ് അവിടെ ഉള്ളത്. പക്ഷേ ജോഷുവ 6:2 6:7 ജോഷുവ എന്താ പറയണത്? അത് കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. കൈ അടിച്ച് കർത്താവ് ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വചന പ്രബോധനത്താൽ ശക്തിപ്പെടുത്തണമെന്ന് അത് പറയുന്നു. വിദൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരും അത് മനസ്സിലാക്കണം കേട്ടാ. മുമ്പിൽ നമ്മളെ വേദനപ്പെടുത്തുന്ന ഭാരപ്പെടുന്നൊരു വിഷയം ഉണ്ടെങ്കിൽ, അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ 5ാം ക്ലാസ്സിലെ കൊച്ചിനോട് 75 കിലോ ചാക്കെടുക്കാൻ പറയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അത് നിനക്കെടുക്കാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. പിന്നെ എന്താണ്? ദൈവത്തിന് എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളെന്തിനാ 13 കൊന്ത വെച്ച് 45 ദിവസം ചെല്ലണേ? എന്തിനാണ്? ദൈവത്തിനെ കൊണ്ട് ഇടിപ്പിക്കാനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴും ശരി, എവിടെ ട്രാൻസ്ഫറായിട്ട് നീ വേറൊരു ജില്ലയിൽ ജോലിക്ക് ചെല്ലുമ്പോഴാണ് ശരി, എൻ്റെ മകനെ നിൻ്റെ കൈ കർത്താവ് മാത്രം മതി. നീ ആരെയും പേടിക്കരുത്. നീ ഒരു തീരുമാനം ആദ്യം എടുക്കണം. കർത്താവ് ആദ്യമേ പറഞ്ഞു, ഈശോയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ആരെ പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പ്രൈസ് ദി ലോർഡ്. ആരെ പേടിക്കണമെന്ന് നാട്ടുകാരല്ല പറയേണ്ടത്, ഇല്ലേ? ആരെ പേടിക്കണമെന്ന് കൂട്ടുകാരല്ല പറയേണ്ടത്, ആരെ പേടിക്കണമെന്ന് ആൻറ്റിമാരല്ല പറയേണ്ടത്,
ആരെ പേടിക്കണമെന്ന് നേരത്തെ പോയ അനുഭവ സമ്പത്തുള്ളവരെ പറയേണ്ടത്. ആരെ പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. എന്താ പറയണത്? കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവരെ പേടിക്കുവിൻ. അത് ഞാൻ നിങ്ങളോട് പറയുന്നു, അവനെ മാത്രം പേടിക്കുവിൻ. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. കൈ അടിച്ച് കർത്താവ് ലൂക്കാ 12:5 നിന്നാണ് ഇപ്പോൾ ആത്മാവ് സംസാരിച്ചത്. എന്താണ് ലൂക്കാ 12:5? ആരെ പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞേ. കൊന്നതിന് ശേഷം നരകത്തിലെ തള്ളിക്കളയാൻ കഴിയുന്നവനെ ഭയപ്പെടുവേൻ. അപ്പൊ ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി അല്ലേ? ആരാണ് ആരെ പേടിക്കണമെന്ന് പറഞ്ഞു തരേണ്ടത്? നാത്തൂന്മാരാണോ, ആൻറ്റിയാണോ, അമ്മായിയമ്മയാണോ, മരുമകളാണോ, അയൽവാസികളാണോ, പാർട്ടിക്കാരാണോ, സഹപ്രവർത്തകരാണോ, യൂണിയൻകാരാണോ? ആരാണ് നമ്മളോട് പേടിക്കേണ്ടത്? ആരെയാണെന്ന് പറഞ്ഞു തരേണ്ടത്? യേശു മാത്രം. യേശു മാത്രം. സുധിയുടെ ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോഴതുകൊണ്ട് യേശുവിനെ മാത്രം പേടിച്ചാൽ മതിയെങ്കിൽ നമ്മൾ ഫ്രീ ആയി. ഇപ്പം നമ്മളെല്ലാവരെയും പേടിക്കണം കൊണ്ടല്ലേ പ്രശ്നം. തകിട് പേടിക്കുന്നു, മന്ത്രവാദം പേടിക്കുന്നു, കൂടോത്രം പേടിക്കുന്നു, ആഭിചാരം പേടിക്കുന്നു, കോഴിത്തല, ഒന്നും വേണ്ട. ഇത്രയും വലിയ വചനങ്ങളെല്ലാം കേട്ടതിന് ശേഷം നാളെ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിളച്ച് മടത്ത് കിടക്കണത് പൊക്കി നോക്കിയപ്പോൾ 2 കുമ്പളങ്ങായ ഇത്തിരി മഞ്ഞളും ഒരു കോഴിത്തലയുമാണെങ്കിൽ അപ്പം ഐസി അടിച്ചു പോവും. എന്താ പിന്നെ സംഭവം കയറും. അടിവയറ്റിൽ നിന്ന് ഇങ്ങനെ കത്തി മേലായിട്ട് വന്ന് കണ്ണും കാണാൻ പോലെ ചത്തോണ്ടിരിക്കും. എന്താ? ഇത്രയുള്ള വിശ്വാസം. ഒരു കോഴിത്തല കാണുമ്പോൾ അവശേഷിക്കാത്ത വിശ്വാസം. ഒരു കോഴിത്തല കാണുമ്പോഴേ, അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങായെ മഞ്ഞൾ പുരട്ടിയത് കാണുമ്പോൾ അവശേഷിക്കാത്ത വിശ്വാസം. കർത്താവ് വിശ്വാസം നോക്കുക. കാര്യം എന്താ? വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കാൻ കാര്യം എന്താണ്? അവശേഷിക്കുന്ന വിശ്വാസമാണ് കർത്താവ്. ഈ ചെമ്മീനൊക്കെ പൊളിക്കുന്ന തൊഴിലാളികളില്ലേ, അതിന് മീറ്റ് എണ്ണുമ്പോഴേ അതിൻ്റെ തലയും വാലും കളയും ഇല്ലേ? പൊളിച്ചു വന്നിട്ട് മീറ്റാണ് കൗണ്ട് ചെയ്യണത്. അവശേഷിക്കണത് എന്താണെന്ന് അവശേഷിക്കണത് വിശ്വാസം. അപ്പം ഇങ്ങനെ പല പല വിഷയങ്ങൾ വരുമ്പോഴേ അവസാനം അവശേഷിക്കുന്ന വിശ്വാസം എന്താണ്? എൻ്റെ കർത്താവിലാണ് എൻ്റെ വിശ്വാസം. അവൻ പറഞ്ഞിട്ടുണ്ട് ആരെയും ഭയപ്പെടേണ്ടെന്ന്. ഇപ്പം മലപ്പുറത്തൊക്കെ ഇപ്പം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ കൂട്ടായ്മയായിരുന്നു പണ്ടിത്. ഇപ്പോഴും ആണ് അവർക്ക് തന്നെ പ്രാധാന്യം. കാര്യം അവിടെ പ്രാർത്ഥന പ്രത്യേകമുണ്ട് ഇതിൻ്റെ അകത്ത്. കാര്യം കൃപാസനത്തിൻ്റെ ആദ്യം മുതൽ ദൈവം തന്ന ഒരു ശുശ്രൂഷയാണത്. അത് നമുക്ക് കർത്താവിൻ്റെ അനുവാദമില്ലാതെ കുറക്കാനോ കൂട്ടാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പം ചില മത്സ്യത്തൊഴിലാളി സഹോദരൻ പറയും, അച്ഛാ ഞങ്ങളുടെ വള്ളവും മലയൊക്കെ ഞങ്ങൾ മലപ്പുറത്തായിരുന്നു പണി ചെയ്തത്. അവിടെ കടലിൽ കൂടുതലും കെട്ടി മീൻ പിടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ അവിടുത്തെ ചിലർ പറയും ഞങ്ങളുടെ വള്ളം അവിടുത്തെ വള്ളത്തിന് മുട്ടിയെന്ന് പറയും. ചിലർ പറയും അവിടുത്തെ പണി ചെയ്തതിന് ശേഷം പിന്നെ കടലിൽ മുഴുവനും മാക്രിയാണ് പിടിക്കണമെന്ന് പറയും. അവിടെ പോയി കോരിയതിന് ശേഷം കൂടുതൽ കടലിൽ പോയി കോരിയതിന് ശേഷം ഞങ്ങളുടെ വള്ളത്തെ മുഴുവനും കടമാക്രിയാണ് പിടിക്കണമെന്ന് പറയണം. ഇപ്പോൾ പത്രം വായിച്ചപ്പോൾ കേട്ട് കടമാക്രിക്കും വിലയായെന്ന്. സുനാമി വന്നപ്പോൾ കെട്ടിയെടുത്ത് വന്ന് വല മുഴുവൻ തിന്നത് കടമാക്രിയാണ്. ഇപ്പം കടമാക്രി മാത്രം പിടിക്കാൻ വേണ്ടി വള്ളക്കാർ ഇറക്കാൻ തുടങ്ങി. അപ്പോഴേ ഒരു കാര്യം മാറണ മാറ്റമേ. അപ്പോൾ ഇന്നലെ നമ്മൾ കുരിശാണെന്ന് കണ്ടത് ഇന്നിപ്പോൾ കൃപയായി മാറി. എല്ലാ കുരിശിനും കൃപയുണ്ടെന്ന് പറയണത് അതാണ്. അപ്പം ദൈവത്തിന് ഒരു ചെറിയ നിമിഷം കൊണ്ട് ഇത്രയും ചേഞ്ച് വന്നില്ലേ? പല കടിച്ചു കീറി തിന്ന് നശിപ്പിച്ച് കളഞ്ഞ് കാഞ്ചം ദൂരെ കളഞ്ഞിട്ട് നമ്മളെ പട്ടിണിക്കിടുന്ന സാധനത്തിനെ ഇപ്പം പിടിക്കാൻ വേണ്ടി മാത്രം അതെടുക്കണ രാജ്യങ്ങൾ, തവള ഇറച്ചി എടുക്കണ പോലെ അതെടുക്കണ രാജ്യങ്ങൾ വന്നിരിക്കുക. അപ്പോൾ ആ രാജ്യങ്ങളിലേക്ക് കടമാക്രി കയറ്റിപ്പോവുകയാണ്. 2005 മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തം കടലിൻ്റെ ഇക്കോളജി ചേഞ്ച് ചെയ്തിട്ട് കടൽമാക്രി, മീനിന് പകരം കടൽമാക്രി വന്നിട്ട് വല കാഞ്ചം നശിപ്പിച്ചതാണ്. ഇപ്പോൾ 2018 ആയപ്പോൾ കാലം മാറി. കടൽമാക്രി മാത്രം പിടിക്കാൻ വല ഇറങ്ങിയിരിക്കുന്നത്, അതുമാത്രം എടുക്കുന്ന രാജ്യങ്ങളിലേക്ക് കയറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്? എല്ലാത്തിലും എല്ലാ കുരിശിലും നിന്നെ രക്ഷിക്കാനുള്ള കൃപയുണ്ട്. അത് കൺവേർട്ട് ചെയ്ത് തരേണ്ടതാരാണ്? നിൻ്റെ ദൈവമാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നിൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ നീ ഇന്നലെ വരെ കുരിശാണെന്ന് കണ്ട വ്യക്തികൾ, ഇന്നലെ വരെ ക്ലേശമാണെന്ന് കാണുന്ന സാഹചര്യങ്ങളെ എല്ലാം മറിച്ച് നിനക്ക് അനുകൂലമാക്കി നൽകാൻ ദൈവത്തിന് കഴിവെന്ന് പറയുന്നതിന് പകരമാണ്
ലൂക്ക 1:37 പറയണത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നോ. കൈ അടിച്ച് കർത്താണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാം സാധ്യമാക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ട് സഫലീകരിക്കാത്ത നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, വിഷമതകൾ സമർപ്പിക്കുന്നു, രോഗങ്ങൾ സമർപ്പിക്കുന്നു. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. മക്കളെ, ശുശ്രൂഷ വചന പ്രഘോഷണം അവസാനിക്കാൻ പോവുകയാണ്. അവസാനമായി ഈശോയോട് പറയണത് എന്താണെന്നറിയാവോ? അതായത് എന്താ ചോദിച്ചത് 18:8 ലൂക്കായുടെ സുവിശേഷത്തിൽ? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുമോ? അവരുടെ യാചനകൾക്ക് കാലവിളംബം വരുത്തുമോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വരുത്തില്ല. എന്താ പറഞ്ഞത് ഈശോ? എന്താ പറഞ്ഞത് അതിനുശേഷം? എങ്കിലും എന്ന് പറഞ്ഞേ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അല്പമെങ്കിലും വിശ്വാസം അവശേഷിക്കും. അല്പമെങ്കിലും എന്നല്ല ചോദിക്കണത്. അപ്പം നിങ്ങൾ പറയും, അച്ഛാ അല്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കൊട്ടക്കണക്കിന് വിശ്വാസമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞേ, അല്പം അവശേഷിക്കുന്ന വിശ്വാസം ഏതായിരിക്കും? അല്പമെങ്കിലും എന്ന് ചോദിക്കണത് ഏതായിരിക്കും? അഗ്നി പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ്. 1 പത്രോസ് 1:7 പറഞ്ഞത് എന്താണ്? 1 പത്രോസ് 1:7 പറയുന്നു, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം. ഇതന്നെയാണ് മർക്കോസിൻ്റെ 13:28 വേനൽക്കാലം ഇല്ലേ? അത്തിവൃക്ഷം ഇല പൊഴിക്കുന്ന വേനൽക്കാലത്തെക്കുറിച്ച് ഈശോ പറയണില്ലേ? വേനൽക്കാലത്തിൻ്റെ അവസാനമാണല്ലോ ഈശോ വരണത്. ജീവിതത്തിൻ്റെ ദുരിതത്തിൻ്റെ ആ ഇടയ്ക്ക് ചിലപ്പോൾ വന്നില്ലെന്ന് വരും, അവസാനമാണെന്ന് വരും. അപ്പോൾ അവസാനം അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയുള്ള വിശ്വാസികളായിരിക്കണം. നിൻ്റെ വേനൽക്കാലത്തിൻ്റെ ഒടുവിലായി ഈശോ വരണത്, ആദ്യമേ അല്ല, നടുക്കുമല്ല. അതിനർത്ഥം മർക്കോസിൻ്റെ 13:28 ലൂക്കായുടെ 18:8 1 പത്രോസ് 5:7 ചേർത്ത് വായിക്കുമ്പോൾ ദൈവം എപ്പോൾ വരുമെന്ന് മനസ്സിലാകും. അഗ്നി പരീക്ഷകളെ, വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്ത് വിശ്വാസമാണ്? അതിജീവിക്കുന്ന വിശ്വാസം അല്ലേ? ലൂക്കാ 1 പത്രോസ് 5:7 പറഞ്ഞത് എന്താണ്? അഗ്നിശോധനയ്ക്ക് ശേഷം അവശേഷിക്കുന്ന അതിജീവിക്കുന്ന വിശ്വാസം. ലൂക്കാ 18:8 പറഞ്ഞത് എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ അല്പമെങ്കിലും വിശ്വാസം അവശേഷിക്കും. മക്കളെ, രോഗം, പീഡ, പരീക്ഷണങ്ങൾ, വേനൽക്കാലം, അഗ്നി പരീക്ഷ, ഇതിനെല്ലാത്തിനു ശേഷം അവശേഷിക്കേണ്ടത് എന്താണ്? വിശ്വാസം. ആ വിശ്വാസമാണ് നിന്നെ അളക്കണത്. നീ ആരാണെന്ന് ദൈവം പറയണത് അവശേഷിക്കുന്ന വിശ്വാസം നോക്കിയാണ്. അവശേഷിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ നിൽക്കുക. സുവിശേഷ വേല നടക്കുമ്പോൾ മക്കൾ ചെറിയൊരു കുഞ്ഞു പുസ്തകം കയ്യിൽ സൂക്ഷിക്കണം. കണ്ണ് കാണാവുന്നവരും എഴുതാൻ പറ്റുന്നവരുമൊക്കെ വെളിപാടുകൾ എഴുതി മേടിക്കണം. എന്നിട്ട് വീട്ടിൽ കൊണ്ട് വെച്ച് പഠിക്കണം. അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും നിങ്ങൾ സീരിയസ് ആണെന്ന്. ഇത് വല്ലപാണ്ട് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കണില്ലേ? അവരുടെ കാര്യം പോക്കായിരിക്കും. നിങ്ങളിനി അടുത്ത വചനം ഏതാണ് ഈശോ പറയാൻ പോണത്, അടുത്ത വചനം ഏതാണ് ഈശോ പറയാൻ പോണതെന്ന് വിചാരിച്ചുകൊണ്ട് അത് എഴുതി എടുത്തിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോ, നമ്മൾക്ക് വചനം ഈശോ ലിങ്ക് ചെയ്ത് ലൂപ്പ് ചെയ്താൽ തരണത്. ദൈവം ഒരു കാര്യം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അച്ഛനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ വെളിപ്പെടുത്തിയിട്ട് ഇതിനെ ലിങ്ക് ചെയ്യും. ലിങ്ക് ചെയ്യുമ്പോൾ ഞാൻ പോലും മനസ്സിലാക്കണത് ഇങ്ങനെയും ഈ വചനത്തിന് അർത്ഥമുണ്ടല്ലോ. കാര്യം എങ്ങനെയാണ് ദൈവം സംസാരിക്കണത്? ബൈബിൾ വചനങ്ങളും നിൻ്റെ ജീവിതവും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ്
സമൂഹത്തിലും സഭയിലും വെളിപാടുകൾ, പ്രായോഗിക വെളിപാടുകൾ ഉണ്ടാകണത്. അതാണിപ്പോൾ പറഞ്ഞില്ലേ, അവശേഷിക്കുന്ന വിശ്വാസം. അപ്പം മരിച്ചാലും വിശ്വാസം അവശേഷിക്കണം. നിനക്ക് തീ പിടിച്ച് ആശുപത്രി കിടന്നുവെച്ചും തിരിച്ചു വന്ന് പൊള്ളി പഴുത്ത് ഉണങ്ങി തിരിച്ചു വന്നാലും വിശ്വാസം അവശേഷിക്കണം. കാരണം ഈ അവശേഷിക്കുന്ന വിശ്വാസമാണ് മാർക്കിടാൻ വേണ്ടി എടുക്കുന്നത്. അല്ലാത്ത വിശ്വാസം പച്ച വിശ്വാസം എടുക്കും. വേനൽക്കാലം കഴിയണം, ഉണങ്ങിയ സാധനത്തിനായി വരാം. വേനൽക്കാലം കഴിയണം. അപ്പോൾ ജീവിതത്തിൽ വേനൽക്കാലമോ ഇപ്പം നമ്മൾ പറയുന്ന വേനൽക്കാലം എന്താണത്? മർക്കോസിൻ്റെ 13:28 വേനൽക്കാലം അതന്നെയല്ലേ. 1:10-5-7 അഗ്നിപരീക്ഷ. ഇതിൻ്റെ അവസാന വിഷ വരുമെന്നല്ലേ ലൂക്കാ 18 പറയണത്. അപ്പം അതുകൊണ്ട് എപ്പോഴും അവശേഷിക്കുന്ന വിശ്വാസം എന്ത്? ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി, നമ്മൾ തോറ്റു, നമ്മുടെ കൂട്ടുകാർ ജയിച്ചു, അപ്പോഴും വിശ്വാസം അവശേഷിക്കണം. പിടിയിട്ടില്ലേ? നീ IELTS എഴുതി, നീ ചിലപ്പോൾ കമ്പനി സ്റ്റഡി നടത്തിയ ആൾക്കാരായിരിക്കും. ചിലപ്പോൾ PSC എഴുതി, ഇവിടെ നമ്മൾ ട്രിവാൻഡ്രം വരെ നീ ബസ്സിലിരുന്ന് നിൻ്റെ കൂട്ടുകാരിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോകുക. അവൾക്കൊരു മണ്ണാങ്കട്ടി അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് സന്തോഷമായി, ദൈവമേ എനിക്ക് ഇത്രയെങ്കിലും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത്. റിസൾട്ട് വന്നപ്പോൾ അവൾ ജയിച്ച് ഞാൻ തോറ്റു. അപ്പോഴാണ് നമ്മൾ വിശ്വാസം അതിനാലേ പോയി. കാര്യം അവശേഷിപ്പിക്കാതിരിക്കാനാണ് ദൈവം നോക്കണത്. ഈ ഫ്രോഡ്, ഫേക്ക് കേസ് ഒന്നും എല്ലാം നോക്കണത് അഗ്നിയിലൂടെ. അഗ്നി എല്ലാത്തിനെയും ശോധന ചെയ്യുമെന്ന് പറയും. കാര്യം അവർക്ക് നിൻ്റെ കൂട്ടുകാരത്തേക്ക് നിത്യതയില്ല. അവർ ഈശോയെ വിശ്വസിക്കണില്ല, നിത്യതയില്ല. അവർക്ക് ആലപ്പുഴ വരെ പോയാൽ മതി. നിനക്ക് നിത്യതയുണ്ട്, നിനക്ക് അമേരിക്ക വരെ പോകണം. പ്രോസസ്സ് ഒന്നല്ല, ഒരേ പ്രോസസ്സ് അല്ലല്ലോ. അത് നീ മനസ്സിലാക്കണം. നിന്നെ നിത്യത വരെ എത്തിക്കാനും അവശേഷിക്കാനും നിത്യത വരെ നിൽക്കുന്ന വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി അഗ്നി പരീക്ഷ നിൻ്റെ കൂട്ടുകാരത്തേക്കില്ല, പക്ഷെ നിനക്കുണ്ട്. ബുദ്ധിയും ബോധമുള്ളൊരു പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മ പറയും, എൻ്റെ മേരിക്കുട്ടി, നീ അവൾക്ക് അഗ്നി പരീക്ഷയില്ല, സാധാരണ PSC പരീക്ഷയുള്ളു, നിനക്ക് അഗ്നി പരീക്ഷയുണ്ട്. കാര്യം അവശേഷിക്കുന്ന വിശ്വാസമാണ് നിനക്ക് കൗണ്ട് ചെയ്യണത്. അത് നിത്യത വരെ എത്തുവാന്ന് കർത്താവ് നോക്കും, ഇല്ലെങ്കിൽ എത്തിക്കാൻ കർത്താവ് ശ്രദ്ധിക്കും. വെരി സിമ്പിൾ. കർത്താവ് പറഞ്ഞു, ഒരു അനീതിയും ആരോടും ചെയ്യുന്നില്ല. ഇന്നത് നമ്മൾ പറഞ്ഞ് ഒത്തതല്ലേ, നിൻ്റെ കൂലി വാങ്ങിപ്പോയിക്കൊള്ളുക. വെരി സിമ്പിൾ. എപ്പോഴും കുരിശുരൂപത്തിൽ നോക്കണം. ഉയർപ്പ് രൂപത്തിൽ നോക്കിയാൽ കാര്യം ശരിയാകത്തില്ല. അതാണല്ല കുരിശുരൂപത്തിട്ട് നോക്കണം ഇടയ്ക്ക്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുരിശിൽ നമുക്കറിയാം നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് മുടക്കുമുതലുണ്ടെന്ന്. ഉയർപ്പോടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഈസിയായിട്ട് ഉയർത്തുന്നതിൻ്റെ. ഈസിയായിട്ട് ഉയർക്കണ മുമ്പ് ഈ കുറച്ച് പ്രശ്നമുണ്ട്. അതൊക്കെ മുമ്പ് ആൾക്കാരെ ഉയർപ്പ് രൂപം മാത്രം കാണിച്ച് പഠിപ്പിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഈസിയായിട്ട് തോന്നും. കുരിശുരൂപം ആദ്യം കാണിക്കണം, അത് കഴിഞ്ഞിട്ടാണ് ഉയർപ്പ് രൂപം കാണിക്കേണ്ടത്. അല്ലാതെ ആദ്യം ഉയർപ്പ് രൂപം കാണിച്ചാൽ പിന്നെ കുരിശുരൂപം കാണിക്കാൻ സമയം കിട്ടത്തില്ല. എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം, കർത്താവ് പേയ്മെൻറ്റ് ചോദിക്കും. കാര്യം ഇവിടെ പേയ്മെൻറ്റ് നടത്തിയതാണ്, അവസാനത്തുള്ള രക്തം വരെ ചിലവ് ചെയ്തതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ നമ്മളൊരു 10% നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവശേഷിക്കാൻ ബുദ്ധിമുട്ടാകും. കാര്യം ദൈവം അവശേഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് നിത്യത വരെ എത്തുന്ന ഇന്ധനമാണ്. അതാണ് കർത്താവ് നോക്കുന്നത്. വലിയ വലിയ വെളിപാടുകൾ ലഭിച്ചാണ് നമ്മൾ ഇന്ന് പോണത്. ദൈവം നിങ്ങളോടുള്ള സ്നേഹത്തിലാണ് ഇത്രയും സംസാരിച്ചതെന്ന് മനസ്സിലാക്കണം. ഏത് പറ്റിയ കിണറിലും ദൈവം വെള്ളം ഉണ്ടാക്കാൻ ഒരു തിരി മതി, അത്രയേ ഉള്ളൂ കാര്യം. അനുഗ്രഹങ്ങളുടെ കാര്യം അത്രമേ ഉള്ളൂ. അതും നിങ്ങൾ കേട്ടു. നിനക്ക് ഭാരം ഉള്ള ചുമട് നിനക്ക് തരണത് നീ എടുക്കാനല്ല, കർത്താവിന് എടുത്ത് നിനക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞു. പിന്നെ നാത്തും പറയണതും ആൻറ്റി പറയണതും നാട്ടുകാർ പറയണതും അല്ല കേട്ട് ഭയപ്പെടേണ്ടത്, കർത്താവിനെയാണ് ഭയപ്പെടേണ്ടതെന്നും പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വഴിവിളക്കുകളും കിട്ടിയാണ് നീ ഇവിടുന്ന് പോണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കണ്ണീരിൻ്റെ ഈ കാലത്ത് കർത്ത തിരുസന്നിധിയിലേക്ക് എൻ്റെ കുടുംബത്തെ വിളിച്ചതിന് നന്ദി പറയുന്നു.
കർത്താവേ, അവശേഷിക്കുന്ന വിശ്വാസത്തിന്റെ അതിജീവിക്കുന്ന വിശ്വാസത്തിന്റെ ആസ്തിയുള്ള ദൈവ പൈതലാകാൻ അഭിഷേകം ചെയ്യണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ഈ നിമിഷം ദിവ്യകാരുണ്യത്തോട് എൻ്റെ കുടുംബത്തിനു വേണ്ടിയും എനിക്ക് വേണ്ടിയും മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം ദൈവ ചൈതന്യം നൽകണമേ. ദൈവവും ആരാധനയും സ്തുതിയും മോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിശ്വാസം കൊണ്ട് ദൈവം നമ്മുടെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കർത്താവ് മഹത്വപ്പെട്ട് നിൽക്കുന്ന വലിയ ദൈവികമായ സമയമാണ്. നിങ്ങൾ ആദ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന നാനാജാതി മത്സർക്കും അനേകം അകലെയെന്ന് വന്നുള്ള മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെയും 7 അപ്പവും ഏതാനും മത്സ്യങ്ങളും കൊണ്ട് 4000 പേരെ സംതൃപ്തരാക്കിയ സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ അനുശ്രവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിനെ നന്ദി പറയുന്ന കർത്താവേ, ദാരിദ്ര്യ മേഖല ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തുതിയും മോഴ്ചയുണ്ടായിരിക്കും. ചേർന്ന് പ്രാർത്ഥിക്കുക. നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മീൻപിടുത്തക്കാരായ വിശ്രുത ശ്രീഹന്മാരുടെയും സംരക്ഷണത്തിലെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ വള്ളവും വലയും യന്ത്രവും തൊഴിലാളികളെയും ദൈവപിതാവേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോ വഴി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മത്സ്യത്തൊഴിലാളികളെ സമർപ്പിക്കുന്ന കർത്താവേ, ഏറ്റു പ്രാർത്ഥിക്കുക. സ്നേഹനിധിയും സകലത്തെയും പരിപാലിക്കുന്നതിനുമായ നല്ല ദൈവമേ, നല്ല ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ ആരാധനയുടെ ഫലമായി ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് സമർത്ഥമായ മത്സ്യവിള നൽകുകയും അവരെ സമാധാനത്തിൽ കാക്കുകയും സകലവിധ തിന്മകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ അവർ സംരക്ഷിക്കപ്പെടട്ടെ. മക്കളെ, ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. ഉടമ്പടി ചെയ്ത മക്കളുണ്ട്, ഉടമ്പടി ചെയ്യാനിരിക്കുന്ന മക്കളുണ്ട്. നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. സാക്ഷ്യങ്ങൾ കേട്ടില്ല. ജോയിച്ചൻ ബ്രദർ ആ സാക്ഷ്യം ആ ചേച്ചി പറഞ്ഞതിന് ശേഷം ചോദിച്ചു, നിങ്ങൾ ഉടമ്പടി ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചെയ്തിരുന്നു. എന്തിനാ ചെയ്തത്? ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ. ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്തത്. ഞാൻ ആ ചോദ്യം വളരെ കുറിക്കൊണ്ട ചോദ്യമാണ്. ഒരു പക്ഷേ ഞാൻ പറയുന്ന ഉടമ്പടി ചെയ്യാതിരുന്നെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതിയ ആൾ എങ്ങനെ തിരിച്ചു വരാനാ? വരത്തില്ല. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ അവരോട് പറയണം. എന്താ കാര്യമെന്നറിയാമോ? ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം അവരോടുകൂടെ പ്രവർത്തിക്കുകയും
അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തെന്ന് പരിശുദ്ധാമ്മ ഈജിപ്തിൽ വെച്ച് എൻ്റെ വായി കൈയിട്ട് കഴിഞ്ഞപ്പോൾ എടുത്ത മെസ്സേജ്, നാട്ടിൽ വന്നപ്പോൾ എടുത്ത മെസ്സേജാണ്. അപ്പം കിട്ടിയതാണ് യോഹന്നാൻ 16, മത്തായി, മർക്കോസ് 16:20. എന്താണ്? ദൈവം അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നെന്ന്. ഈ കേൾക്കണ സാക്ഷ്യവും ഉടമ്പടി പ്രാർത്ഥന പോലും അങ്ങനെയാണ്. ദൈവം നമ്മളോട് പ്രവർത്തിക്കണതാണ്. അപ്പം ഞാനോർത്തെ മരണത്തെപ്പോലും മടക്കാൻ പറ്റുമല്ല ഇപ്പം എങ്ങനെയാണെങ്കിൽ, ഇല്ലേ? മരിച്ചുവെന്നും പറഞ്ഞ് എഴുതിയ സാധനം മരണത്തെ മാതാവ് മടക്കി വിട്ടിരിക്കുന്ന. കൈ അടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. എൻ്റെ മക്കളെ ഇതെന്താ ഇങ്ങനെ പറഞ്ഞതറിയാവോ? മരണത്തെ പോലും മടക്കുമെങ്കിൽ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും മടക്കി വിട്ടിരിക്കും. കൈ അടിച്ച് കർത്താൻ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളെ എല്ലാം സമർപ്പിച്ച് സ്തുതിക്കട്ടെ. അമ്മ ഒത്തിരിയേറെ, അമ്മയോട് നമുക്ക് വല്ലാത്ത കണ്ണു നിറഞ്ഞ നന്ദിയുണ്ട്. എന്താണെന്നറിയാവോ? ഒത്തിരിയേറെ ചെറുപ്പക്കാരെ അമ്മ സഹായിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷമാണ്. കാര്യം നമ്മുടെ മക്കൾ പോയി രക്ഷപ്പെട്ടാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. ഒരാൾ IELTS എഴുതി ഒരാൾ PR കിട്ടിയെന്നൊക്കെ പറയുമ്പോഴേ ഞങ്ങൾ ചിന്തിക്കണം എങ്ങനെയെന്നറിയാമോ? 6 കുടുംബം രക്ഷപ്പെടാമെന്നാണ് ചിന്തിക്കുന്നത്. കാര്യം അവരുടെ കൊണ്ട് അവരുടെ ബന്ധുക്കൾ, അവരുടെ സ്വന്തപ്പെട്ടവർ, അവർക്ക് സഹായിക്കാൻ പറ്റുന്നവർ, അങ്ങനെ എല്ലാവരും രക്ഷപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷകൾ, നിങ്ങളുടെ PSC ആയാലും ശരി, നിങ്ങളുടെ നൈപുണ്യ പരീക്ഷയായാലും നിങ്ങളുടെ മത്സര പരീക്ഷയായാലും അമ്മ ഇന്ന് എത്രയോ സാക്ഷ്യങ്ങളാണ്. ഒരു മാസം തന്നെ 10-150 ഒക്കെയാണ് ഇതുപോലെയുള്ള മത്സര പരീക്ഷകൾ, അതിസാഹസികമായ പരീക്ഷകൾ. കൃപയോടുകൂടി അമ്മ അവരെ ലിഫ്റ്റ് ചെയ്ത് വിടണത്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാര്യം കൃപാസനത്തിൽ കൂടുതലും വരണത് ആരാ? ഇപ്പോൾ ചെറുപ്പക്കാരെ കൂടുതൽ വരണത് മുമ്പത്തേക്കാളും. എന്താ വെച്ചാൽ അവരെത്രയോ പേര് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം മുമ്പത്തോളം ഇത്രയും ചെറുപ്പക്കാരൻ മുമ്പ് വരത്തില്ലായിരുന്നു. ഉടമ്പടിക്ക് ശേഷമാണ് അമ്മ, എനിക്ക് തോന്നുന്നത് ഒരു പകുതിയോളം ചെറുപ്പക്കാർ മുമ്പത്തേക്കാൾ കൂടിയിട്ടുണ്ട്. അതെല്ലാം വിദ്യാഭ്യാസ മേഖലയിലുള്ളവരും ജോലി അന്വേഷിക്കുന്നവരുമാണ്. അവർക്കെല്ലാം അമ്മ മറുപടി പറയുന്നുണ്ട്. വെടിക്കെട്ട് സാക്ഷ്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവരിലൂടെ വലിയ വിശ്വാസ വിപ്ലവം നടക്കുകയാണ്. അനേകം മക്കൾ ദൈവത്തെ അറിയാനും അവരുടെ യുവാവ് നിൻ്റെ യൗവനത്തിൽ തന്നെ ദൈവത്തെ അറിയാൻ പറഞ്ഞെങ്കിലും ദൈവം അറിയിച്ച് അവൻ്റെ ജീവിതം നിലനിർത്തിക്കൊണ്ടാണ് ദൈവം അവരെ അറിയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരീക്ഷയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീവാലുവേഷന് കൊടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പം തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ 9ാം ക്ലാസ്സുകാരും 8ാം ക്ലാസ്സുകാരും പഠിക്കാത്തവരുണ്ട്. അവർക്കൊണ്ട് വല്ല വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അവരെ ഉൾപ്പെടെയും, അതുപോലെ തന്നെ മെറിറ്റിൽ പോകുന്നവരും, അതുപോലെ തന്നെ നൈപുണ്യ പരീക്ഷ ഇരിക്കുന്നവരും എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളെല്ലാം ദൈവം അവരെ സഹായിക്കണമെന്ന് എൻ്റെ മക്കൾ മനസ്സിലായിക്കൊണ്ട് സന്തോഷത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി പരീക്ഷാർത്ഥികളും വരുമാനം ഇല്ലാത്തവരും വരുമാനത്തിന് വേണ്ടി ദൈവദൃശ്യന് പ്രാർത്ഥിക്കുന്നവരും അച്ഛനോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, നൈപുണ്യ പരീക്ഷ എഴുതുന്നവരെ, മത്സര പരീക്ഷ എഴുതുന്നവരെ, കർത്താവേ അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും IELTS, MOH, HARD, PSC, മറ്റു തരത്തിലുള്ള പ്രവേശന പരീക്ഷകളെ എഴുതിയവര്, എഴുതി കഴിഞ്ഞവര്, എഴുതാൻ പോകുന്നവര്, കർത്താവിന്റെ തിരുസന്നിധിയിൽ അവർ നിൽക്കുന്നവര്, അവരുടെ മാതാപിതാക്കന്മാര്, അവരുടെ പ്രാർത്ഥനകള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് ദൈവത്തിന്റെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കൃപയാൽ പരീക്ഷകളുടെ മേൽ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. മക്കളെ, അവസാനമായി യാത്രയെ ചെയ്യാൻ പോകുന്നവരെ, അവസാനമായി വിസിറ്റിന് പോയിരിക്കുന്നവർ, അവർക്ക് ഇതുവരെക്കും അവിടെ ജോലിയില്ലാതെ ഇൻ്റർവ്യൂവിന് തോറ്റിട്ട് മടങ്ങേണ്ടി വരുമോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവർ, മാതാപിതാക്കന്മാരൊക്കെ ഒന്ന് വിളിച്ച് പല സങ്കടങ്ങളും പറഞ്ഞിരിക്കുന്ന മക്കൾ,
അതെല്ലാം നിങ്ങളിപ്പോൾ അഭിഷിക്തൻ സംസാരിക്കുമ്പോൾ അമ്മയോട് നേരിട്ട് പറഞ്ഞുകൊള്ളുക. അമ്മ അത് ഈശോയ്ക്ക് വെച്ചോളൂ. അതായത് നിങ്ങളോട് നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, വിദൂരങ്ങളിലായിരിക്കുന്നവർ പറഞ്ഞ സങ്കടങ്ങൾ, അവരുടെ ജോലിയെ സംബന്ധിച്ച, പഠനത്തെ സംബന്ധിച്ചെടുത്ത്, അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചെടുത്ത് പറഞ്ഞിട്ടൊരു ആവലാദികൾ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവേ, വരുമാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വരുമാനം മുട്ടിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാമ്പത്തിക കടങ്ങളാൽ വരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടം കയറി മുടിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനോരുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ വൈവാഹിക ദോഷങ്ങള് മക്കളില്ലാത്തവര് ഈശോയുടെ ഉന്നതമായ നാമത്തില് ദൈവത്തിന്റെ ശക്തി പ്രാപിക്കട്ടെ. നേർച്ച വസ്തു എടുക്കുക. നേർച്ച വസ്തു എന്ന് പറയുന്നത് കൃപാസനത്തിൽ നിന്ന് മേടിച്ചിട്ടുള്ള പത്രം, തേന്, ഓക്കെ, ഉപ്പ്, കശുവ, ഇതെല്ലാം നമ്മൾ ആശീർവദിക്കാൻ പോവുകയാണ്. കൃപാസനത്തിൻ്റെ പത്രം നിങ്ങൾക്കറിയാം. ഇപ്പോഴേ ഇവിടെ ഉള്ളൊരവസ്ഥ, ചില ദിവസങ്ങളൊക്കെ 700 പേരാണ് ഉടമ്പടി ചെയ്യണത്. അങ്ങനെ വരുമ്പോൾ അച്ഛനെ കാണുകയെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മക്കളെ ഉടമ്പടി ചെയ്യരുതെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, കാണാൻ പറ്റുന്നതിന്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അത് അധ്യായം ക്ലോസ് ചെയ്യത്തില്ല. കാര്യമുണ്ട്. ആൾക്കാരെ കാണാൻ തന്നെ ഉള്ളതാണ് ഈ ധ്യാന കേന്ദ്രം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മക്കൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയെ കാണാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി ചെയ്യുക. കാരണം സാക്ഷ്യം പറയുന്ന പകുതി മുക്കാൽ ഞാൻ കാണാത്ത ആൾക്കാരാണ്, അമ്മ നേരിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം അച്ഛനെ കാണാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അവിടെ പ്രാധാന്യമില്ലാതെ വരും. പിന്നെ നിങ്ങളുടെ അച്ഛനെ കാണുന്നത് എന്തിനാണ്? നിങ്ങളുടെ കാര്യം സാധിക്കാൻ. അപ്പം കാര്യത്തിനായിരിക്കും പ്രാധാന്യം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പമ്മാൻ സാധ്യതയുണ്ട്. നിങ്ങളായിട്ട് സ്വന്തമായിട്ട് കാലവിളംബം ഉണ്ടാക്കിയെടുക്കരുത്. തെറ്റായ സമീപനത്തിലൂടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അച്ഛനെ കാണുന്ന സമയമാകുമ്പോൾ ദൈവം അനുവദിക്കുന്ന സമയത്ത് കാണും. ഇപ്പോൾ ഒരു ഗുണം ചെയ്തിട്ടുണ്ട്, അതായത് എല്ലാവർക്കും ഉടമ്പടി പുതുക്കുമ്പോൾ തന്നെ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ 3 മണിക്ക് വന്നിട്ട് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിന്ന് സങ്കടപ്പെട്ടു പോകണ ഒരു വിഷയം ഇപ്പോൾ ഇല്ല. കാര്യം നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ തന്നെ ഡേറ്റ് കൊടുക്കുകയാണ്. ആ ഡേറ്റിൻ്റെ ടൈമും വരെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വന്ന് അവർ അച്ഛനെ കണ്ട്, അപ്പോൾ പക്ഷെ അതുക്കുള്ളിൽ മാതാവ് നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ട് എത്തിച്ചിരിക്കും, അത് ഉറപ്പായിട്ടും. കാര്യം മരിച്ചവന് വരെ ഉയർപ്പിക്കുന്നതാണ് ഉടമ്പടി. അതല്ലേ ഇപ്പം നമ്മൾ അവസാനം മനസ്സിലായത്. അപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ നേരെ ചൊവ്വ കർത്താവിൻ്റെ മുമ്പിൽ നിന്നാൽ മതി. നിങ്ങൾ അതൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, വിശ്വസ്തയോടെ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ രോഗികൾ, എമർജൻസിക്കാരില്ല, രോഗികൾ, ക്യാൻസർ രോഗികൾ, അതുപോലെ എയ്ഡ്സ് രോഗികൾ, അതുപോലെ തന്നെ വളരെ മോശം കണ്ടീഷനിൽ ആരോഗ്യമുള്ളവർ, അവരെ നമ്മൾ എല്ലാ പ്രാർത്ഥനയ്ക്കും അവസാനം പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് ഉടമ്പടി പോലും ആവശ്യമില്ല. നിങ്ങൾക്കറിയാവില്ലേ, ഉടമ്പടി പോലും ആവശ്യമില്ല. ചിലപ്പോൾ ഒരു ഉടമ്പടി നിന്ന് ചെയ്യാനുള്ള ആവത് അവർക്കുണ്ടാകത്തില്ല. ഉടമ്പടി ചെയ്യണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വേണ്ടേ? അത് നിൽക്കാനുള്ള നടുവേദനയും കിഡ്നി വേദനയും കൊണ്ട് സഹിക്കത്തില്ല. നമുക്ക് തന്നെ ഒരു പനി വന്നാൽ നമുക്കറിയാം, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനേ തോന്നത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ വന്ന് പെട്ട 4:30 മണിയാകുമ്പോൾ അവർക്ക് ചീട്ട് കൊടുക്കും. ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ആ ചീട്ട് വാങ്ങിച്ചുകൊണ്ട് അവർ ലൈനപ്പ് ചെയ്താൽ മതി. എല്ലാ പ്രാർത്ഥന നിങ്ങളുടെ ബന്ധുക്കളോടും പറയണം. എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോൾ അച്ഛൻ കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, അതുപോലെ തന്നെ തൈറോയ്ഡ് തൈറോയ്ഡല്ല, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, പിന്നെ ഹാർട്ടിൻ്റെ അസുഖം, അങ്ങനെ ക്യാപിറ്റൽ ഡിസീസിന് പ്രത്യേകം പ്രെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ദൈവത്തിനെ പറ്റിക്കാതിരുന്നാൽ മതി നിങ്ങൾ. കാര്യം രോഗികളാണെന്ന് പറഞ്ഞാലും അവർ പഴയ സ്വഭാവക്കാരായിരിക്കും. പണ്ട് ഞാനിങ്ങനെ രോഗികൾക്ക് വേണ്ടി മുകളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കള്ളന്മാരെന്ത് ചെയ്യുമെന്നറിയാമോ? അപ്പം തന്നെ വണ്ടി വിടും, എന്നിട്ട് ഹിമാലയ പോയിരുന്നതിന് പുട്ടടിക്കും. അതാണ് കുഴപ്പം. അപ്പം തന്നെ ദൈവത്തിന് അറിയാം ഇത് ചുമ്മാ കള്ളത്തരത്തിന് വേണ്ടി അവർക്ക് വിശ്വാസമില്ല. അവർക്ക് ബുദ്ധി, ഒരു മാന്യത ഉണ്ടെങ്കിൽ അവർ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നതാണ്.
ആയിരങ്ങൾ സുഖപ്പെടുന്ന സ്ഥലത്ത് 1 മണിക്കൂർ ആരാധന കൂടാൻ പാടില്ലേ? ചെയ്യത്തില്ല അവർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മളിവിടെ പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ട് നിങ്ങൾ 4 മണിക്കാണ് പ്രാർത്ഥന വിചാരിച്ചുകൊണ്ട് 4 മണിക്ക് എടുത്തുകൊണ്ട് വന്നാൽ നടക്കത്തില്ല. അതുകൊണ്ട് അവരൊന്ന് ആരാധന കൂടാൻ പറയണം. കുറഞ്ഞ പക്ഷം 2 മണിക്കെങ്കിലും വന്ന് ആരാധന കയറാൻ പറയണം. അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കർത്താവ് അവരെ സുഖപ്പെടുത്തും. ഈ 4:30 മണി വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ആരാധന വരുമ്പോൾ തന്നെ കർത്താവ് അവരെ സുഖപ്പെടുത്തും. നിങ്ങൾക്കറിയാമോ, ചില ആൾക്കാർക്ക് സാക്ഷ്യം പറയണത് അവർ കവാടത്തിങ്ങ് വരുമ്പോൾ തന്നെ അവരുടെ കാര്യം ഇവിടെ വിളിച്ച് പറയും. അതാണിപ്പോൾ ഒരു ചേച്ചി പറഞ്ഞേക്കുന്ന സാക്ഷ്യം. കവാടത്തിങ്ങ് വന്നതേ ഉള്ളെന്ന്. അപ്പം കൈവെക്കാൻ പറഞ്ഞു. അപ്പോഴേ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഞാൻ കൈവൊക്കി. അപ്പോൾ ഒരു കാറ്റടിച്ച്. അപ്പം ഞാൻ നോക്കി, കാറ്റ് എല്ലായിടത്തും ഉണ്ടാവും, ഓരോരുത്തും കാറ്റില്ല, എൻ്റെ മുഖത്ത് മാത്രമേ അടിക്കുന്നുള്ളെന്ന്. കാര്യം അൾസർ പിടിച്ച് മെനഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾ അപ്പം തന്നെ അവിടെ പോയി ഭക്ഷണം കഴിച്ച്. എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് സമാധാനത്തോടെ ഒരു പിടി ഭക്ഷണം കഴിക്കണത്. പിന്നെ ആ രോഗം വന്നിട്ടില്ല. അപ്പം കവാടത്തിലെത്തിയാൽ പോലും മതി, അമ്മ അവിടെ കാത്തു നിൽക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കങ്ങനെയാണ് മനസ്സിലായത്, അമ്മ കവാടത്തിൽ കാത്തു നിൽക്കണമെന്ന്. അപ്പം ഇവിടെ എന്തും നടക്കും. കാര്യം അമ്മ ജീവന് സ്വന്തം പോലെ കാണുന്ന ഒരു ശുശ്രൂഷാലയമാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാൽ, കാശുരൂപമായാലും പത്രമായാലും, അതുപോലെ തന്നെ ഈ പത്രമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മക്കളെ, ഞങ്ങളെന്താണ് ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയണമെന്നറിയാവോ? പത്രം വഴി അതുപോലെ സാക്ഷി ഇന്നും കേട്ടില്ലേ, സാക്ഷ്യം വായിക്കുമ്പോൾ ആൾക്കാർക്ക് കർത്താവിനെ കേൾക്കണമെന്ന് തോന്നുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പം ഇന്നും സാക്ഷ്യം അങ്ങനെ പറഞ്ഞല്ലോ, പത്രം വായിച്ചപ്പോൾ ആ ഇപ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തിന് പോകാത്ത ഒരാൾ പത്രം വായിച്ചപ്പോൾ ഇവിടെ വരണമെന്ന് തോന്നി. അത് തോന്നിയതല്ല, അമ്മ തോന്നിച്ചതാണ്. പിന്നീട് ആ മകൻ തന്നെ നിന്ന് ഉടമ്പടി ചെയ്യാൻ പോയെന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഒരാളെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പം നിങ്ങളെപ്പോഴും മനസ്സിലുണ്ടാവണം, എന്താണ്, ഞാൻ വഴി 10 മനുഷ്യർ ഈശോനെ അറിയണം. പത്രം മക്കൾക്ക് മേടിച്ചാൽ മാത്രം പോരാ, കൊടുത്താൽ മാത്രം പോരാ, കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കണം. അപ്പം ദൈവത്തിന് അറിയാൻ പറ്റും ഇത് സത്യസന്ധമായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം. ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ, പത്രം മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാണാതെ കൊണ്ടുപോയി പള്ളിയിൽ എവിടെയെങ്കിലും പാത്ത് വെച്ചും പോയി ഓടിക്കളയും. അപ്പം അവരൊക്കെയാണ് നടന്ന് വലയണത്. ശരിക്കും അവരെ ഫ്രോഡാണെന്ന് അവർക്ക് ദൈവത്തിന് അറിയാം. ദൈവത്തോട് സ്നേഹം ഉണ്ടായിട്ട് വന്നിരിക്കണമല്ല, അവിടെ കാര്യത്തിന് വേണ്ടി ആരോ പറഞ്ഞു കേട്ടിട്ട് പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കും. അങ്ങനെ പരീക്ഷിക്കരുത്. പരീക്ഷിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി വരണം. അതുകൊണ്ട് തന്നെ അക്രൈസ്തവ സഹരി ക്രൈസ്തവരുടെ എണ്ണം ഇവിടെ വരുന്ന ക്രൈസ്തവരുടെ എണ്ണം നോക്കാനാണെങ്കിൽ, അക്രൈസ്തവരുടെ എണ്ണം നോക്കാനാണെങ്കിൽ സുഖപ്പെടുന്നവർ ശതമാനത്തിൽ അക്രൈസ്തവരാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ക്രൈസ്തവർ 1000 പേര് വരുന്നുണ്ട്, അതിൽ നിന്ന് 100 പേര് സുഖപ്പെടുന്നുണ്ടെങ്കിൽ 10% ആയില്ലേ? അപ്പോൾ അക്രൈസ്തവർ 100 പേര് വരുന്നുണ്ട്, അതിൽ നിന്ന് അവർ 25 പേര് സുഖപ്പെടുന്നുണ്ടെങ്കിൽ എത്ര ശതമാനമായി? 25%. അപ്പോൾ അക്രൈസ്തവർ മുസ്ലിംസാലും അതുപോലെ തന്നെ ഇതിവിടെ ആരെയും മതം മാറ്റാൻ അങ്ങനെ ഒരു പരിപാടിയില്ല. പക്ഷേ ഈശോയിൽ മനസ്സ് മാറ്റിയിരിക്കും. ഈശോ മനസ്സ് മാറ്റത്തിൻ്റെ ആളാണ്. നിൻ്റെ മനസ്സ് മാറിക്കണ പരമപിതാവിന് മനസ്സിലായാൽ നിനക്ക് നിത്യരക്ഷ കിട്ടുകയും ചെയ്യും. അല്ല, ഞങ്ങളാരെയും അനുഷ്ഠാന പ്രകാരം ഒരു മനുഷ്യനെ മതം മാറ്റണ ഒരു ലക്ഷ്യവും ഇവിടെയില്ല. അതുകൊണ്ട് കാര്യം ഇവിടെ ഗോഡെന്ന് എഴുതി വെക്കാനാണ് അമ്മ മെസ്സേജ് തന്നത്. അത് മീൻസ് എന്താ, എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച്, അക്രൈസ്വരും വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് സാക്ഷ്യം പറയണത്. അപ്പം എൻ്റെ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നിയതാണ് എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പറയണത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഞാൻ വഴി 10 മനുഷ്യരെ ഈശോനെ അറിയിക്കും. അപ്പോൾ 10 നാമമാത്രമായിട്ട് 10 വിതരണം ചെയ്യണമല്ല, നിങ്ങൾ ഉറപ്പ് വരുത്തണം. 100 പത്രം കൊടുത്താൽ 50 ഈശോനെ കേൾക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്താലേ വരത്തുള്ളൂ. അല്ല, പള്ളിക്കൊണ്ട് ഇട്ടച്ച് കോഴിയിലൊന്നും ആരും വരത്തില്ല. കപ്പേര് കൊണ്ട് കത്തിച്ച് കളയേ ഉള്ളൂ. പിന്നെ കർത്താവിൻ്റെ വചനം കത്തിച്ചതിന് നീ ദൈവത്തോട് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ നിന്ന് കൊടുക്കണം. നീ ഏത് കളക്ടറായാലും ശരി, നീ ഉയരുന്തോറും കർത്താവിന് വേണ്ടി അഭിമാനത്തോടെ ജോലി ചെയ്യണം. നീ ഉയർന്നവനാണെങ്കിൽ അതുപോലെ കർത്താവ് തന്ന ഉയർച്ചയാണ്. നിത്യജീവനേക്കാൾ വില ഉയർച്ചയൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ എത്ര ഉയർന്നിട്ടും കാര്യവുമില്ലെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എല്ലാവരും ദൈവത്തെ അറിയണം. ഞങ്ങളുടെ മനസ്സിലൊക്കെ ഈ കാണിച്ചുകൊണ്ട് എല്ലാവരും കർത്താവിനെ അറിഞ്ഞ് നിത്യരക്ഷ പ്രാപിക്കണമെന്ന്. അതപ്പോഴാണ് അമ്മയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്.
സത്യസന്ധമാണ് ദൈവത്തിൻ്റെ മുമ്പിലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെടൽ ഒരു പ്രത്യേക വിഷയമല്ല. അത് ദൈവത്തിന് തോന്നിയാൽ, നമ്മൾ ശരിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, ഈശോയുടെ രക്തത്തിന് വിലയുണ്ട്, ഈശോനെ എല്ലാവരും കാണണം, എല്ലാവരും അറിഞ്ഞ് രക്ഷപ്പെടണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നണം. എന്നാൽ നിങ്ങൾ ശരിക്കും കൊടുക്കും. അതുകൊണ്ട് ഈ ഷാലോമില്ലേ, ഷാലോം കൃപാസന നിങ്ങളെ കൂടത്തില്ലേ? അപ്പം മൊബൈലൊക്കെ ഈ നല്ല സ്മാർട്ട് മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ, നെറ്റ് ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് മൊബൈലിൽ ഫേസ്ബുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്മാർട്ട് ഫോൺ ഉള്ളവരെല്ലാവരും ഇപ്പോൾ തന്നെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ തന്നെ ആരോ ഒരാളെ മാർക്ക് ചെയ്ത് പാസ്റ്ററിന് എത്ര രൂപ കിട്ടി എന്നൊക്കെ ചോദിച്ചു, കമൻ്റ് അടിക്കണതാണ്. അപ്പോൾ ഉടനെ ഒരു കൊല്ലത്തുകാരൻ പറഞ്ഞു, ഇത് പാസ്റ്ററൊന്നുമല്ല, ഇത് കത്തോലിക്ക ധ്യാന കേന്ദ്രമാണ്, ഇവിടെ കാശൊന്നുമില്ല, ഇത് ഫ്രീ സർവീസാണ്, നിങ്ങൾക്ക് വന്ന് നോക്കാം. മക്കൾ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ നേർച്ച വസ്തുക്കൾ ഇവിടെയുണ്ട്. നിങ്ങൾ മുന്നോട്ട് കൈനീട്ടി വിശ്വാസപ്രമാണം ചെല്ലുക. അച്ഛൻ ഇത് വെഞ്ചരിക്കാൻ പോവുകയാണ്. ഇത് ഒരു വീടിനല്ല, 60 വീടൊക്കെയാണ് ഇതുകൊണ്ട് കഴിയണത് ഒരു വള്ളത്തിൽ. നീ വിശ്വാസപ്രമാണം ചെല്ലട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out your spirit, the fire fingers soak with the precious blood, God and Jesus speak, and the authority of the Catholic Church, with the power of Jesus Christ, with the baptism of Holy Priesthood, I bless and have the relics, those use will have grace and peace and power. സ്വർഗത്തിലേക്ക് ദൈവത്തിന് അവിടെ ജയിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാമരെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ശ്വസിക്കാസവരുടെയാളും പാപങ്ങളുടെ മൂലത്തിനും ശരീരത്തിന് കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ഇനി നിങ്ങളുടെ നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വെഞ്ചരിക്കാൻ വേണ്ടി പത്രം വാങ്ങിക്കുന്നവർ അതിൻ്റെ ചീട്ട് കൂടി വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പത്രം 3 പ്രാർത്ഥന കഴിയുമ്പോൾ, ഉടമ്പടി കഴിയുമ്പോൾ അതിൻ്റെ ചീട്ട് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കി കിട്ടും. അച്ഛനെ കാണണമെങ്കിൽ അതിൻ്റെ ഡേറ്റും കിട്ടും. പക്ഷേ ഡേറ്റ് കിട്ടിയാലും ഒരു ചീട്ട് തരും നിങ്ങളുടെ കൂടെ. കാര്യം ഡേറ്റ് കിട്ടിയാലും ആ കിട്ടണ വരെയുള്ള പ്രാർത്ഥന മുടങ്ങരുത്. കാരണം ഡേറ്റ് കിട്ടിയതുമ്പോൾ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് ആയിരിക്കും കിട്ടണത്. അപ്പോൾ അതിനിടയ്ക്കുള്ള പ്രാർത്ഥന മുടങ്ങിയ അരുവി നഷ്ടപ്പെടുകയും അച്ഛൻ്റെ ഒരു മെസ്സേജ് പാളുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അച്ഛനെ കാണാനുള്ള ഡേറ്റ് കിട്ടിയെന്നും പറഞ്ഞ് പ്രാർത്ഥന മുടങ്ങരുത്. അതുപോലെ വീട്ടിൽ ഇരുന്ന് കൊണ്ട് ആരും ചീട്ടിടിപ്പിക്കരുത്. ചില ആൾക്കാർ അങ്ങനെ മണ്ടത്തരം കാണിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരാൻ ഒത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് 6 പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടി ദൈവതിരുസന്നിധി ക്യാൻസലായി പോകും. അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഷാലോമിലും ഫേസ്ബുക്കിലും കൂടാൻ പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു പ്രാർത്ഥനയ്ക്ക് വരുന്ന ദിവസം പത്രം ചീട്ട് വാങ്ങിച്ചുകൊണ്ട് പോകണം. അച്ഛനെ കാണാൻ ടോക്കൺ വരുമ്പോഴും ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള ടോക്കൺസ് ഓഫീസിൽ നോക്കും. കാരണം സമ്പൂർണ്ണമായിട്ട് ഉടമ്പടി പാലിക്കുന്നവർക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപ്രമാണം വീണ്ടും ചെല്ലട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit, the fire finger soak with the precious blood, God increase his spirit, and the Catholic Church, the power of Jesus Christ, with the baptism of Holy Priesthood, I bless and hallow you. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്താം. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കാം. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിത സങ്കടങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, ദുരിതങ്ങൾ എല്ലാം കരങ്ങൾ ഉയർത്തി കർത്താവിന് സമർപ്പിക്കുക. എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. ജീവിക്കുന്ന ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കുകയാണ്. നിങ്ങളുടെ രോഗങ്ങള്, ദുരിതങ്ങള്, കഷ്ടതകള്, കടഭാരങ്ങള്, ജീവിത വ്യഗ്രതകള്, ദുരിതങ്ങള് ഈശോ ഏറ്റെടുക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് യേശുവേന്ന് വിളിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങൾ സുഖപ്പെടുന്നതിനവർ നന്ദി പറയുന്നു. വിദ്യാഭ്യാസ മേഖലകള് ഇടപെടുന്നതിനവർ നന്ദി പറയുന്നു. സന്താനരഹിതരെ ആശീർവദിക്കുന്നതിനവർ നന്ദി പറയുന്നു. ഭവനരഹിതരെ ആശീർവദിക്കുന്നതിന് നന്ദി പറയുന്നു. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക്, കിടപ്പാടമില്ലാത്തവർക്ക് ആശീർവാദം നൽകുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്, ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരുണ്ട്. കർത്താവേ, അവരെയൊക്കെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, വരുമാന മാർഗമില്ലാതെ, തൊഴിലില്ലാതെ വിഷമിക്കുന്നവരെ അങ്ങ് സ്പർശിക്കുന്നതിനെ നന്ദി പറയുന്നു. കർത്താവേ,
പ്രളയത്തിൽ അടിമപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഗജം കൊടുക്കാൻ അടിമപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.